സുഖമായിട്ട് ഞങ്ങൾക്ക് ജയിക്കായിരുന്നു. എനിക്ക് പേടിയായിരുന്നു. എന്നിട്ട് ഓവർ സ്പീഡിൽ പോയി വണ്ടി കൊണ്ടുപോയി ഫസ്റ്റ് ഒബ്സ്റ്റക്കിളിന് മുന്നേ വണ്ടി അങ്ങ് മറിച്ചിട്ടു. 2024 RFC സത്യം പറഞ്ഞാൽ ഒരു തരത്തിലും ഞങ്ങൾ ജയിക്കും എന്ന് വിചാരിച്ച് പോയതൊന്നുമല്ല. കാരണം എൻട്രിയും പിന്നെ കുറച്ച് കാശും തരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ പോയി ഇറങ്ങണത്. അത് കഴിഞ്ഞ് ആ സ്റ്റേജ് കഴിഞ്ഞ് എനിക്കിങ്ങനെ ബോധം വന്ന് തുടങ്ങിയപ്പം സാമിൻ്റെ കൂടെ മറ്റേ ഫ്രണ്ട് ഉണ്ട് പറഞ്ഞു. പുള്ളി വന്നിട്ട് പറഞ്ഞു ഫഹദിനെ കൊണ്ട് പറ്റില്ല, നമുക്ക് ഫഹദിനെ മാറ്റാമെന്ന് പറഞ്ഞു. ഞങ്ങൾ മഴ പെയ്ത് ആ മഴയുള്ള കൊലത്തിൽ ഫുൾ ചെളിയുള്ള സമയത്ത് ഞങ്ങൾ പോയി ഫിനിഷ് ചെയ്തു. ആകെ ആ സ്റ്റേജ് SS19 2024 2 ടീമേ ഫിനിഷ് ചെയ്തുള്ളൂ. അതിലൊന്ന് എൻ്റെ ടീമും പിന്നെ ഒന്ന് മഴയുടെ മുമ്പ് ഓടിച്ച ടീമായിരുന്നു. വോക്ക് ടോക്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഡാലിയ മൂലൻ. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഇന്ത്യ ഒട്ടാകെയുള്ള വണ്ടിപ്രാന്തന്മാരൊക്കെ ഒരേപോലെ അന്വേഷിച്ചുകൊണ്ടിരുന്ന നമ്മുടെ ടാറ്റ ഹാരിയർ EVനെ മലമുകളിൽ കയറ്റിയ അത് തന്നെ നമ്മുടെ മലപ്പുറംകാരൻ ഡോക്ടർ ഫഹദ്. സോ വെൽക്കം ടു ദ ഷോ. ഒരു ആയുർവേദിക് പീഡിയാട്രിക് ഡോക്ടർ, അവിടെ നിന്നൊരു മോട്ടോർ സ്പോർട്ടർ എന്നുള്ള ഷിഫ്റ്റിലേക്ക് വരുന്നത് ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല. പക്ഷെ ശരിക്കും ഈ ജേണിയുടെ തുടക്കം എങ്ങനെയായിരുന്നു? ജേണിയുടെ തുടക്കം എന്ന് പറഞ്ഞാൽ മോട്ടോർ സ്പോർട്ടിൽ എനിക്ക് റേസിംഗ് ഒന്നും വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. റേസിംഗ് താല്പര്യമാണ്, കാണും. അത് ഞാൻ ഒരു റേസർ ആവുമെന്നൊന്നും എനിക്ക് ഒരു ജീവിതത്തിൽ ഞാൻ ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടില്ല. വണ്ടികളോട് ഭയങ്കര താല്പര്യമായിരുന്നു. എല്ലാ വണ്ടികളും പോയി കാണുമായിരുന്നു. പിന്നെ ആയുർവേദം പഠിക്കാൻ +2 കഴിഞ്ഞു. നാട്ടിലൊന്നും മോട്ടോർ സ്പോർട്ട് ഒരു തരത്തിലും ഒരു കണക്ഷനും ഞങ്ങളുടെ നാട്ടിലില്ല. മലപ്പുറം ജില്ലയിലാണ്. അവിടെ കൂടുതൽ ഫുട്ബോളും കാളപൂട്ടും കാര്യങ്ങളൊക്കെയാണ്. വണ്ടികളോട് താല്പര്യമുള്ള ആളുകളുണ്ട്, പക്ഷെ ഞാനൊന്നും അങ്ങനത്തെ ആളുകളെ കണ്ടിട്ടില്ല. പിന്നെ എൻ്റെ സ്കൂളിൽ പഠിച്ചപ്പം ബൈക്ക് ഒക്കെ ആയിട്ട് കുറേ സീനിയർ ആൾക്കാരും എൻ്റെ കൂടെ പഠിച്ചവരൊക്കെ ബൈക്കിൽ സ്റ്റണ്ടൊക്കെ ചെയ്യണതൊക്കെ ഞാൻ കുറേ കണ്ടിട്ടുണ്ടെന്നല്ലാതെ അപ്പോഴും എനിക്ക് അതിനോടൊന്നും വലിയ ഇൻട്രസ്റ്റ് ഒന്നും വന്നിട്ടില്ല. വണ്ടി എടുത്ത് ഓടിക്കും, അല്ലാതെ അന്ന് സ്റ്റണ്ടൊന്നും ഞാൻ ചെയ്തിട്ടില്ല. പിന്നെ കോളേജിൽ വന്നു കോതമംഗലത്ത് ഞാൻ വീട്ടിൽ നിന്ന് സത്യം പറഞ്ഞാൽ കോതമംഗലം തപ്പി വന്നതല്ല. വീട്ടിൽ നിന്ന് LKG മുതൽ +2 വരെ ഒരേ സ്കൂളിൽ പഠിച്ചു. അപ്പോൾ പിന്നെ നാട്ടിൽ നിന്ന് വിട്ട് നിൽക്കാൻ വേണ്ടി അവിടെ അടുത്തുള്ള കോളേജിൽ എനിക്ക് അഡ്മിഷൻ കിട്ടുമായിരുന്നു. ഞാൻ മെറിറ്റിൽ വന്നത് അവിടെ. അപ്പോൾ ഞാൻ മെല്ലെ ചൂസ് ചെയ്തപ്പോൾ കുറച്ച് ദൂരെയുള്ള കോളേജ് ചൂസ് ചെയ്തു. അങ്ങനെ എറണാകുളം ജില്ല എന്ന് പറഞ്ഞാൽ എറണാകുളം എന്നൊക്കെ കണ്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. പിന്നെ കോതമംഗലമായിപ്പോയി. കോതമംഗലത്ത് വന്നിട്ട് കോതമംഗലത്താണ് സത്യം പറഞ്ഞാൽ ഈ പരിപാടി ഞാൻ ഇതിലേക്ക് വരുന്നത്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ മാഗസിനുകളൊക്കെ ഞാൻ എന്ത് കാശ് കിട്ടിയാലും ഞാൻ മാഗസിനുകൾ വാങ്ങിക്കുമായിരുന്നു. ഓട്ടോമോട്ടീവ് മാഗസിനുകൾ, അന്നത്തെ ഓട്ടോക്കാർ ഇന്ത്യ, അതുപോലത്തെ അന്നത്തെ എല്ലാ മാഗസിൻസും വീട്ടിൽ കുറേ കട്ടിയിൽ ഭയങ്കര വെയിറ്റുള്ള മാഗസിനുകൾ തന്നെ ഉണ്ടായിരുന്നു. അതൊക്കെ വാങ്ങിച്ചിട്ട് അതിലിങ്ങനെ കാണുമ്പം പല സാധനങ്ങൾ വായിക്കും. അന്ന് ആ കാലത്ത് EVM രഞ്ജിത്ത് വണ്ടി ഓടിക്കണ കഥയൊക്കെ ഏറ്റവും അവസാനമായിട്ട് ഞാൻ വായിച്ചത് EVM രഞ്ജിത്ത് ഏതോ ഒരു റാലിയിൽ ഒരു ഡിച്ചിൽ കിടക്കണം. അപ്പോൾ ഒരു മലയാളി റേസർ എന്നുള്ളത് പുള്ളിനെ മാത്രമേ ഞാൻ മാഗസിനുകളിൽ കണ്ടിട്ടുള്ളൂ. വേറെ ആരും ഞാൻ വായിച്ചിട്ടില്ല, എനിക്ക് ഫെമിലിയർ ആയിരുന്നില്ല. ഇവിടെ വന്നിട്ട് 2005 ഏറ്റവും ലാസ്റ്റ് പോപ്പുലർ റാലി നടക്കുന്നതാണ് എൻ്റെ വിശ്വാസം. ഞങ്ങളുടെ ഫസ്റ്റ് ഇയർ ഫൈനൽ എക്സാമിൻ്റെ സമയത്ത് പഠിക്കാൻ വേണ്ടി എല്ലാവരും ഹോസ്റ്റലിൽ ഇരിക്കുമ്പോൾ കുറേ റാലി കാറുകളുടെ ശബ്ദം കേട്ടിട്ട് ഞാൻ ഹോസ്റ്റലിൽ നിന്ന് ചാടി പുറത്തിറങ്ങി റോട്ടിൽ പോയി നോക്കിയപ്പം റാലി കാസ് കോതമംഗലത്ത് തിരിച്ചു പോവുകയാണ്. അപ്പോൾ തുണ്ടം ഭാഗത്ത് എവിടെയോ ടൗണിൽ നിന്ന് കുറേ ഉള്ളിലാണ് റാലി നടന്നത്. ആ റാലി ഫോർഫെയ്റ്റ് ചെയ്തിട്ട് പോകുമായിരുന്നവർ. അതായത് എന്തോ ഒരു ആക്സിഡൻറ്റ് നടന്നൊരു കുട്ടി മരിക്കുകയൊക്കെ ചെയ്ത് പോപ്പുലർ റാലി പെട്ടെന്ന് നിർത്തി വെച്ചു. അത് പോപ്പുലർ റാലിയുടെ ലാസ്റ്റ് ലെഗായിരുന്നു അന്ന് നടന്നത് ആ കാലത്ത്. അങ്ങനെ ആ നിർത്തി വെച്ചപ്പോൾ റാലി കാസ് തിരിച്ചു പോകുന്നത് കണ്ടു നിന്നു കുറേ നേരം. ഒരു 10-15 കാറൊക്കെ അടുപ്പിച്ച് പോയി. പിന്നെ കുറേ അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ വണ്ടികൾ, കുറേ സ്റ്റിക്കർ ഒട്ടിച്ചതും ബീക്കണുള്ള വണ്ടികളൊക്കെ പോയി. അങ്ങനെ ആദ്യമായിട്ട് അത് കണ്ടു. പിന്നെ കോതമംഗലത്ത് വന്ന് പരിചയപ്പെടുമ്പോൾ ഓരോരുത്തരെ വന്ന് പരിചയപ്പെട്ട് കുറേ പേര് ഭയങ്കര ഓട്ടോ എന്തോസിയാസ്റ്റുകളുടെ ഒരു വലിയ നാടാണ്. EVM രഞ്ജിത്തിൻ്റെ വീടിൻ്റെ മുമ്പിൽ മെല്ലെ പോയി നോക്കും വണ്ടി ഉണ്ടോയെന്ന്. കോതമംഗലം അങ്ങേയറ്റത്ത് പുള്ളിയുടെ മതിലിൻ്റെ മുകളിൽ കൂടെ മെല്ലെ ചാടി നോക്കലൊക്കെ ആയിരുന്നു പണി. ഈ കാറുകൾ അവിടെ ഉണ്ടോ, ഒരു ബലീനായിരുന്നു പുള്ളി അന്ന് ഓടിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ എത്തി നോക്കലും. പിന്നെ അവിടുത്തെ കുറേ ആളുകളെ പരിചയപ്പെട്ടപ്പം എന്നെപ്പോലെ തന്നെ കുറേ ഭ്രാന്തന്മാർ വേറെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറേ കച്ചവടക്കാർ, അവരിൽ ഒരുത്തൻ എൻ്റെ ഹോസ്റ്റലിൻ്റെ അടുത്തുള്ളൊരു ഫ്രണ്ട് ദിലു എന്ന് പറഞ്ഞിട്ട്, പുള്ളിയുടെ കൂടെ പുള്ളി അന്ന് റാലിക്കാരെ ഫുള്ള് നല്ലോണം പ്രൊമോട്ട് ചെയ്യുന്ന ആളാണ്, നല്ലോണം സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും, കാണാനും പോകും. അപ്പോൾ ബിക്കു ബാബു റാലി ഓടിക്കാൻ പ്രാക്ടീസ് ചെയ്യാൻ വരുന്നത് കോതമംഗലത്താണ്. പുള്ളി കോട്ടയത്തുനിന്ന് തിരിച്ച് വണ്ടി എടുത്ത് ഇവിടെ വരും, എന്നിട്ട് ഇടമലയാർ റൂട്ടിൽ റാലി പ്രാക്ടീസിന് പോകും. അങ്ങനെ 2 തവണ പുള്ളി റാലി പ്രാക്ടീസ് ചെയ്യുന്നത് കാണാനൊക്കെ ഞാൻ പോയിട്ടുണ്ട്. ഈ സമയത്തൊന്നും എനിക്ക് റേസോ ഈ കാര്യമൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം ഞാൻ ഇറങ്ങുന്നില്ല ഒന്നിനും. വണ്ടി എൻ്റെ കയ്യിൽ കാറുണ്ട്, പക്ഷേ റേസ് ഓടിക്കാനൊന്നും ഞാൻ പോയിട്ടില്ല. കാരണം എന്നെ കൊണ്ട് താങ്ങില്ല എന്നുള്ള ലെവലിൽ തന്നെ ഞാനത് കാണാൻ പോകും. എല്ലാ ഓട്ടോക്രോസ് ഇവൻറ്റുകളൊക്കെ ഉള്ളത് ഇവരുടെ കൂടെ കാണാൻ പോകും. പിന്നെ 2012 കോതമംഗലത്ത് നിന്ന് കോഴ്സ് കഴിഞ്ഞ് പോകുമ്പോഴും ഞാൻ റേസിലൊന്നുമില്ല, ബൈക്ക് ഓടിക്കുമായിരുന്നു. ബൈക്ക് കൊണ്ട് അത്യാവശ്യം സ്റ്റണ്ടൊക്കെ ചെയ്യുമായിരുന്നു, വീലിയൊക്കെ ചെയ്യും. അത് 2 തവണ വീണപ്പോൾ ഞാൻ അതും നിർത്തി. പിന്നെ റേസൊക്കെ വിട്ട് എല്ലാം നിർത്തി. 2013 ഞാൻ വീട്ടിൽ വാപ്പ മരിച്ചപ്പം വീട്ടിൽ തോട്ടത്തിൽ പോകാനൊരു ജീപ്പ് ഉണ്ടായിരുന്നു. അത് 2 വീലർ ജീപ്പായിരുന്നു.
ആ 2 വീൽ ഡ്രൈവ് ജീപ്പും കൊണ്ട് തോട്ടത്തിൽ പോകാനൊരു മടി. അപ്പോൾ അങ്ങനെ ഒരു 4x4 അന്ന് താറ് ഇറങ്ങിയ സമയമാണ്. അപ്പോൾ താറ് ഇങ്ങനെ കാണാമെന്നല്ലാതെ എന്നാൽ താറ് വാങ്ങിക്കാന്ന് വെച്ചാൽ ജീപ്പ് കൊടുത്തിട്ട് വീട്ടിൽ ജീപ്പ് കൊടുത്തിട്ട് ഞങ്ങളൊരു താറ് ഞാനും ജ്യേഷ്ഠനും കൂടി, ജ്യേഷ്ഠനും തോട്ടത്തിൽ പോകാൻ താല്പര്യമില്ല, പുള്ളിനെയും കൂടി ഒരു ഇൻട്രസ്റ്റ് വരുത്തുകൊണ്ട് എനിക്കായിരുന്നു താല്പര്യം കൂടുതൽ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി ആ വണ്ടി എടുത്ത് ആ വണ്ടി കൊണ്ട് തോട്ടത്തിൽ പോകാമെന്നൊക്കെ പ്ലാൻ ചെയ്തു. പിന്നെ തോട്ടത്തിൽ പോക്കൊന്നുമില്ല, ഞാനതും കൊണ്ട് കോളേജിൽ പോകാം. ഞാൻ PGക്ക് ഇപ്പം മംഗലാപുരത്ത് ജോയിൻ ചെയ്തു. മംഗലാപുരത്തേക്ക് കൊണ്ടുപോകാം. പിന്നെ അതങ്ങനെ ഹൈവേയിൽ കൂടെ ഈ സോഫ്റ്റ് ടോപ്പ് വണ്ടി കൊണ്ടുപോയി നടന്നപ്പം ഹാർഡ് ടോപ്പ് ചെയ്യാൻ തോന്നി. അങ്ങനെ ഹാർഡ് ടോപ്പാക്കി വണ്ടി കുറേ കൺവേർട്ട് ചെയ്ത് കുറേ കസ്റ്റമൈസേഷനൊക്കെ ചെയ്ത് കുറേ കാശും കളഞ്ഞു. 2013 to 2015 ആ വണ്ടി കൊണ്ട് കുറേ ഫണ്ട് ഡ്രൈവുകൾ പോയി, ഒരുപാട് ഫണ്ട് ഡ്രൈവുകൾ പോയി. കുറേ മൂവാറ്റുപുഴയിൽ നിന്ന് കുറേ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, അവരൊക്കെ കൂടെ കേരളത്തിൽ ഇടുക്കി ജില്ലയിൽ ഒട്ടുമിക്ക കയറാൻ പറ്റുന്ന സ്ഥലങ്ങൾ ഫുള്ള് കയറി. ഇന്ന് ബ്ലോക്ക് ചെയ്ത് വെച്ച മാമലക്കണ്ടം റൂട്ട് കാട്ടിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ ആനേനൊക്കെ കണ്ട് ഞങ്ങൾ കുറേ വണ്ടി ഓടിച്ചിട്ടുണ്ട്. പിന്നെ അന്നൊന്നും ആരും ഇങ്ങനെ ഈ സ്പോർട്ട് അത്ര ഫെമിലിയർ അല്ല. സ്പോർട്ട് അവിടെ ഇവിടെ നടക്കുന്നുണ്ട്, ഇയർലി വൺസ് ഓർ ട്വൈസ് ഒക്കെ കേരളത്തിൽ ഇവൻറ്റ് നടക്കുള്ളൂ. ഈ ഓഫ് റോഡ് ഇവൻറ്റ്, ആ ഇവൻ്റ് ഒന്നിട്ട് സത്യം പറഞ്ഞാൽ ഞാൻ കണ്ടിട്ടുമില്ല. ഒരു ഓഫ് റോഡ് ഇവൻറ്റ് പോലും ഞാൻ 2015 വരെ കണ്ടിട്ടില്ല. അപ്പോൾ ഞാൻ ഈ ഫണ്ട് ഡ്രൈവുകൾക്ക് പോണതൊക്കെ ഞാൻ എൻ്റെ ഫേസ്ബുക്കിലൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്യും. അന്ന് ഓഫ് റോഡിങ്ങിലുള്ള ആളുകളൊക്കെ ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്. സാം കുര്യൻ പോലത്തെ, ആനന്ദ് മാഞ്ചുരാനെ പോലത്തെ ആളുകളൊക്കെ ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവരുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളും ഇവർ ഇവൻറ്റുകൾക്ക് പോണതും റെയിൻ ഫോറസ്റ്റ് ചലഞ്ചിന് പോണതും ഒക്കെ ഫോളോ ചെയ്യും. പിന്നെ ഇവർ പാലാർ ചലഞ്ച് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞാനന്ന് കാണുന്നുണ്ട്. പക്ഷേ ഞാൻ റേസിലേക്ക് ഇറങ്ങിയിട്ടില്ല. 15 എന്നെ പഠിപ്പിച്ചൊരു സാറ് കോതമംഗലത്ത് ഭൂതത്താൻകെട്ടിൽ ഒരു റിസോർട്ട് നടത്തുന്നുണ്ട്. അപ്പോൾ പുള്ളിയുടെ റിസോർട്ടിൻ്റെ ഒരു പ്രൊമോഷൻ്റെ ഭാഗമായിട്ട്, റിസോർട്ടിൻ്റെ പ്രൊമോഷനല്ല, ഭൂതത്താൻകെട്ട് എന്ന് പറഞ്ഞ ഏരിയനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവരൊരു ഇവൻറ്റ് നടത്തുകയാണ്, ഒരു ഓഫ് റോഡ് ഇവൻറ്റ് നടത്താൻ പറഞ്ഞു. അപ്പോൾ ഫസ്റ്റ് കോൾ വന്നത് സാറ് കയ്യിലെത്തി, സാറ് കമ്മിറ്റിയിലുള്ള. അപ്പോൾ സാറ് എന്നോട് പറഞ്ഞു, നീ ഓഫ് റോഡിങ്ങിലുള്ള ആളല്ലേ, നീ നടത്തിക്കോ ഇവൻറ്റ് എന്ന് പറഞ്ഞാൽ സാർ എന്നെ വിളിച്ച് എന്നെ ഏൽപ്പിക്കുകയാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഓഫ് റോഡ് റേസ് എന്താണെന്ന് എനിക്കൊരു എൻ്റെ ABCD അറിഞ്ഞുകൂടാ. പലരും പോയി ജയിക്കുകയാണ്, എങ്ങനെയാണ് ഇവൻ്റ് നടത്തണമെന്ന് പറഞ്ഞുകൂടാ. അപ്പോൾ എനിക്ക് പരിചയമുള്ള എൻ്റെ ഫ്രണ്ടിനെ കൂട്ടി, പുള്ളി പറഞ്ഞു ഇങ്ങനെ വേറൊരാളും കൂടി ഉണ്ടായിരുന്നു, കുറേ കോൺടാക്ട്സ് ഉണ്ട് പറഞ്ഞു, വേറെ അങ്ങനെ 3 പേര് കൂടി, ഞാനും എൻ്റെ ഫ്രണ്ടും പിന്നെ പുള്ളിയുടെ ഫ്രണ്ടും. അങ്ങനെ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് നിന്നിട്ട് ഇത് ഒരു വലിയൊരു പരിപാടിയൊക്കെ മാറ്റുകയാണ്. ഫണ്ട് ചെയ്തു നല്ലോണം. അത് ഒരു DMC എന്ന് പറഞ്ഞിട്ടൊരു കൗൺസിൽ ഉണ്ടായിരുന്നു ഭൂതത്താൻകെട്ടിൻ്റെ, അവർ നല്ലോണം ഫണ്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ പിന്നെ പ്രോഗ്രാം നടത്താൻ വേണ്ടി അന്ന് കേരളത്തിൽ റേസുകൾ ഓടിച്ച് പരിചയമുള്ള ആളുകളെയൊക്കെ വിളിച്ചിട്ട് ട്രാക്ക് ഇട്ടു. ഞങ്ങൾക്ക് ഈ 3 പേർക്കും ട്രാക്ക് ഇടാനും അറിയില്ലായിരുന്നു. അതിനുപയോഗിച്ചത് ഒരു 90% ഭാഗങ്ങളിലും ഉപയോഗിച്ചത് എൻ്റെ ജീപ്പാണ്. അപ്പോൾ എല്ലാവരും ട്രാക്ക് ഇട്ടിട്ട് അവർ ട്രാക്ക് ഇടാൻ ആദ്യത്തെ റൗണ്ട് ഓടിക്കും. അത് കഴിഞ്ഞിട്ട് എന്നോട് പറയും നീ ഓടിച്ചോന്ന് പറയും. എൻ്റെ വണ്ടി തന്നെ ആദ്യം ഓടിക്കും, പിന്നെ അവസാനം ഞാനും എനിക്ക് ആ ട്രാക്ക് ഓടിക്കാൻ ചാൻസ് തരും. അങ്ങനെ ഓടിച്ച് ഭയങ്കര ഹരായി. ആ ഇവൻ്റ് ഒരു തരത്തിൽ ഫിനിഷ് ചെയ്തു. അതായത് ഇവൻ്റെ റൂൾസ് ഒന്നും പ്രോപ്പർ ആയിരുന്നില്ല. ഏറ്റവും അവസാനം ഓടിക്കഴിഞ്ഞതിന് ശേഷമൊക്കെയാണ് ആളോട് റൂള് പറയുക, ഡ്രൈവേഴ്സിനോട്. അങ്ങനെ പലർക്കും പല നെഗറ്റീവ് പോയിൻ്റൊക്കെ കൊടുത്ത് ആ ഇവൻ്റ് ഒരു തരത്തിൽ ഞങ്ങൾ ഫിനിഷ് ചെയ്തു, സക്സസ്ഫുള്ളായിട്ട് ഫിനിഷ് ചെയ്തു. പക്ഷേ ഇതിൻ്റെ ഇടയിൽ കുറേ പൊളിറ്റിക്സ് നടക്കുന്നുണ്ടായിരുന്നു. അതായത് കോതമംഗലത്തുകാരായ കുറേ പേര്, അത് ഇപ്പോൾ നേരത്തെ പറഞ്ഞ അതിലൊക്കെ സത്യം പറഞ്ഞാൽ അമൽ പൗലോസ് എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഈ സമയത്ത് ഇവരാണ് ഇവൻറ്റുകൾ നടത്തുക. 2012 കോതമംഗലത്ത് ഒരു ഇവൻറ്റ് MA കോളേജിൽ ഒരു ഓഫ് റോഡ് ഇവൻറ്റ് നടന്നു. ആ ഇവൻറ്റ് ഇവർ നടക്കുന്ന സമയത്ത് ഞാൻ മംഗലാപുരത്ത്, അപ്പോൾ എനിക്ക് വരാൻ പറ്റിയില്ല. പക്ഷേ നല്ലൊരു ഇവൻ്റായിട്ട് കുറേ അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ കണ്ടിരുന്നു. അതൊക്കെ നടത്തിയ ടീമിന് എതിരായിട്ടാണ് ഈ ടീം, എൻ്റെ കൂടെയുള്ള ടീം അത് നടത്തിയത്. അത് ഭയങ്കര പൊളിറ്റിക്സ് വന്നു. അപ്പോൾ സത്യം പറഞ്ഞാൽ അതിലൊരു ബിഗിനർ ആയിരുന്നു ഞാൻ. എനിക്ക് ഇതിൻ്റെ ABCD ഒന്നും അറിയണ്ടായിരുന്നു. ഈ ഒരു പൊളിറ്റിക്സോ അല്ലെങ്കിൽ ഈ പൊളിറ്റിക്സ് ഞാനില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ കഥ എന്താണെന്ന് തന്നെ അറിയില്ല. അപ്പോൾ ഇത് കുറച്ച് ഫണ്ട് ഇൻവോൾവ് ആവുന്ന പരിപാടിയാണ്. എനിക്ക് ഫിനാൻഷ്യലി ഒരു ബെനിഫിറ്റോ അതിന് കിട്ടിയിട്ടില്ല. എൻ്റെ വണ്ടി നശിപ്പിക്കുക എന്നല്ലാതെ എനിക്കതൊന്നും ഒരു ബെനിഫിറ്റും കിട്ടിയിട്ടില്ല. ഞാൻ ആ പരിപാടിയിൽ തന്നെ ഞാൻ ഒരു കാര്യം അറിയാതെ ഞാൻ അതുലിൻ്റെയൊക്കെ ശത്രുവായി, അതുലിൻ്റെ അമലിൻ്റെയൊക്കെ ശത്രുവായി. അങ്ങനെ അവർ 2 വർഷം, പിന്നെ അടുത്ത വർഷം ഭൂതത്താൻകെട്ട് വരുമ്പോൾ സാർ എന്നെ വിളിക്കുമ്പോഴത്തേക്കും പരിപാടി കയ്യിൽ നിന്ന് പോയി. ആ ഇവൻ്റ് രണ്ടാമത് അതുലും ടീമും നടത്തുമ്പോൾ ഞാൻ ഇവൻ്റ് ഓടിക്കാൻ പോയി. അപ്പോൾ അന്നും ഇവർ ആദ്യം ഞങ്ങൾ വിളിച്ച ആളുകളൊക്കെ അവർ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് പലയിടത്തും കോമ്പറ്റീഷൻ പാർട്ടിസിപ്പൻസ് വന്നു. ഞാൻ പോയി ഓടിച്ചു. എൻ്റെ ഫസ്റ്റ് ട്രാക്കിൽ തന്നെ നല്ല സ്പീഡിൽ ഓടിച്ച് ഞാൻ ഓടിച്ച അത്രയും ഭാഗം ഞാനാണ് ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ട് പോയത്. എൻ്റെ വണ്ടി അന്ന് നല്ല പവർഫുൾ വണ്ടിയായിരുന്നു. റീമാപ്പൊക്കെ ചെയ്ത് നല്ലോണം നല്ല പവർഫുൾ ആക്കിയിരുന്നു. പക്ഷേ മെക്കാനിക്കലി പെർഫെക്റ്റ് അല്ല. അങ്ങനെ പോണ വഴിക്ക് എൻ്റെ ആക്സിൽ പൊട്ടി. ഒരു ട്രാക്കിൽ ഞാൻ അവിടെ കിടന്നു. അപ്പം കഴിഞ്ഞ വർഷം ഇവർക്ക് എതിരായിരുന്നല്ലോ ഞാൻ. അപ്പോൾ ഇവരെന്ത് ചെയ്തെന്ന് വെച്ചാൽ എൻ്റെ വണ്ടി റിപ്പയർ ചെയ്യാനുള്ള സംവിധാനമൊന്നും ഉണ്ടാക്കി തരുന്നില്ല. എൻ്റെ വണ്ടി നേരെ ബണ്ടിങ് ടേപ്പ് തുറന്നു വെച്ചിട്ട് അവിടെ നിന്ന് പുറത്തേക്ക് ഇറക്കിയിട്ടു. അവിടെ നിന്ന് റിക്കവർ ചെയ്ത് പുറത്തേക്ക് കൊണ്ടുപോകാൻ പോലും പെർമിഷൻ ഇല്ല. ട്രാക്ക് കണ്ടിന്യൂ ചെയ്യണം, ഡിലേ ആവുമെന്ന് പറഞ്ഞിട്ട് തൊട്ടപ്പുറത്ത് തന്നെ പുറത്തേക്ക് ഇറക്കിയിട്ടു. ട്രാക്ക് കണ്ടിന്യൂ ചെയ്യാൻ. അപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് ട്രാക്ക് കാണുമ്പോൾ ഇന്നത്തെ സ്റ്റാറാണ് ബിനോ പാല എന്നൊക്കെ പറയും, ബിനോ ചേട്ടനും ജോസ് ചേട്ടനൊക്കെ. എന്നാൽ അവർ ഭയങ്കര പുലികളാണ്, നന്നായിട്ട് ഡ്രൈവ് ചെയ്യും, ഭയങ്കര ധൈര്യമാണ് അവർക്ക്. അപ്പം ഇങ്ങനെ എന്നോടൊന്ന് പറഞ്ഞു, ഡോക്ടറെ ഊര് വേണം, ഡോക്ടറെ ഊര് എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ഊരെന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ഫിറ്റ്നസ് ഭയങ്കരമായിട്ട് വേണം. അവർ ഫിസിക്കലി ഭയങ്കര ഫിറ്റ് ആളുകളാണ്. പവർ സ്റ്റിയറിംഗ് പോലും ഇല്ലാതെ ഇവൻറ്റുകൾ ജയിച്ചുകൊണ്ടിരുന്ന ആളുകളാണ്. എനിക്കിതൊന്നും ഇല്ലാതെ പറ്റില്ല. എനിക്ക് ഒരു മോഡേൺ നല്ല അത്യാവശ്യം കംഫി ആയ വണ്ടി വേണം ഓടിക്കാൻ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ താറ് ചൂസ് ചെയ്തും താറ് കൊണ്ട് ഓടിക്കാൻ തുടങ്ങിയത്. പിന്നെ
താറ് കൊണ്ട് ഞാൻ ചറപറ ഇവൻറ്റുകൾക്ക്. പിന്നെ എനിക്കൊരു വാശിയായി എല്ലായിടത്തും പോകണമെന്ന്. അങ്ങനെ എല്ലാ ഇവൻറ്റിനും ഞാൻ പോകും. എല്ലായിടത്തും പോയി പൊട്ടി മുറിഞ്ഞ് കിടക്കും. ജയിക്കൂല, ട്രോഫി അടിക്കാൻ എനിക്കൊരു ചാൻസും ഇല്ല. സ്റ്റാർട്ടിങ് ഫ്രം 2016 to 2019 ലാസ്റ്റ് വരെ ഒരു 10-50 ഇവൻറ്റ് ഞാൻ ഓടിച്ചിട്ടുണ്ടാവും. അതിൽ ആകെ ജയിച്ചിട്ടുള്ളത് ഒരെണ്ണമല്ല രണ്ടെണ്ണം. രണ്ടെണ്ണത്തിൽ കാരണം ഒന്ന്, ഞങ്ങൾ ഫിസിക്കലി വണ്ടി ഭയങ്കര ഫിറ്റൊന്നല്ലായിരുന്നു. പക്ഷേ എൻ്റെ വണ്ടിയിൽ അന്ന് ഒരു ഡിഫറൻഷ്യൽ ലോക്കർ ഉണ്ടായിരുന്നു. ആ ഓട്ടോമാറ്റിക് ലോക്കർ റിയറിൽ ഞാൻ ഇൻസ്റ്റാൾ ചെയ്തു. പലരുടെയും വണ്ടിയിൽ കണ്ടിട്ട് ചെയ്തതാണ്. ആ ഒരൊറ്റ കാരണം കൊണ്ട് വലിയ ടയറും ഉണ്ടായിരുന്നു. അതുകൊണ്ട് പല ഒബ്സ്റ്റക്കിൾസും എൻ്റെ വണ്ടി കയറി പോന്നു. അത്യാവശ്യം ലിഫ്റ്റഡും ആയിരുന്നു. അവിടെയൊക്കെ ബാക്കിയുള്ളവർ സ്ട്രഗിൾ ചെയ്തു. കണ്ണൂർ ഒരു ഇവൻ്റ് ആയിരുന്നു. ആ ഇവൻറ്റിൽ വിന്നറായത് റാലി ലെജൻഡ് ജഗത് നഞ്ചപ്പ. അയാൾ വിന്നർ. കോഴിക്കോടുള്ള റോബിഷ് എന്ന് പറഞ്ഞ ചേട്ടൻ, പുള്ളി സെക്കൻഡായി. സെക്കൻഡ് റണ്ണറപ്പിൽ ഞാനും എൻ്റെ കോ ഡ്രൈവർ അന്ന് വിഷ്ണു. ആ സമയത്ത് അതിലെല്ലാവരും കോമ്പീറ്റ് ചെയ്യുന്നുണ്ട്. അന്ന് കേരളത്തിലുള്ള ലെജൻഡറി ഓഫ് റോഡേഴ്സ് എല്ലാവരും അതിലുണ്ട്. പക്ഷെ അവരെയൊക്കെ തോപ്പിച്ചിട്ട് അന്ന് സത്യം പറഞ്ഞ സൂരജ് തോമസ് ആണ് കോതമംഗലം ഇവൻ്റ് 2 വർഷം ജയിക്കുന്നത്. അങ്ങനെയൊക്കെ തോപ്പിച്ചിട്ടാണ് ഞാൻ ഇവിടെ എത്തുന്നത്. അപ്പോൾ ഞാൻ ഭയങ്കര ബൂസ്റ്റഡായി. പിന്നെ എല്ലാ ഇവൻറ്റും ഓടിക്കാമെന്ന് വിചാരിച്ച് പിന്നെയും പോയി ഇവൻറ്റുകൾ ഓടിക്കും. പിന്നെ ഇതുപോലെ പൊട്ടും തോൽക്കും. അത് 2018 ഇവൻ്റ് നടക്കണേ. പിന്നെ അങ്ങനെ എനിക്ക് ആ ഇവൻ്റോട് കൂടി എന്നെ സാം KTM ജീപ്പേഴ്സിലേക്ക് ഇൻവൈറ്റ് ചെയ്തു. അന്ന് ക്ലബ്ബുകളൊന്നും കാര്യമായിട്ടില്ല. ഞങ്ങൾ പെരിന്തൽമണ്ണയിൽ ഒരു കുഞ്ഞു ക്ലബ്ബ് KL53 മഡ് ഫൈറ്റേഴ്സ് എന്ന് പറഞ്ഞൊരു ക്ലബ്ബ് തുടങ്ങിയെന്നല്ല, അത് വേറെ ക്ലബ്ബൊന്നും ഉണ്ടായിരുന്നില്ല. അതിൽ ഞങ്ങൾ ആകെ ഒരു 5-8 പേരുണ്ടായിരുന്നുള്ളൂ. അതും ഫൺ ഡ്രൈവുകളായിരുന്നു അവർക്ക് താല്പര്യം. ആരും കോമ്പറ്റീഷനിലേക്കില്ല. അപ്പം കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ നാഷണൽ ഇവൻറ്റുകൾക്ക് പോണ ടീമിൽ നിന്ന് എനിക്ക് ഇൻവിറ്റേഷൻ വന്നു. അതല്ലാതെ ഞാൻ സാമിനോടൊക്കെ ഇതിന് മുമ്പ് ഞാൻ വണ്ടി ബിൽഡ് ചെയ്യാൻ തുടങ്ങിയ സമയത്തൊക്കെ സാമിനോട് പല തവണയും പോയി മുട്ടിയിട്ടുണ്ട്. ഇത് പുള്ളി പരിചയമില്ലാത്ത ഒരാൾ എന്ന് പറഞ്ഞുള്ള രീതിയിൽ. പിന്നെ ബിസിനസ്സും ഞാൻ കൊടുക്കുന്നില്ല. ഞാൻ അവിടെ നിന്ന് ഒരു സാധനം വാങ്ങിക്കുന്നില്ല. അത് കാരണം പുള്ളി ഒരു തരത്തിലും എന്നെ മൈൻഡ് ചെയ്തിട്ടില്ല. അപ്പോൾ 2017 ഇവൻറ്റ് കഴിഞ്ഞ് സാം എനിക്ക് ഇൻവിറ്റേഷൻ തരികയാണ് അവിടെ തന്നെ, കണ്ണൂരിൽ തന്നെ. നീ KTM ജീപ്പേഴ്സിൽ ജോയിൻ ചെയ്തോ എന്ന് പറയുന്നത്. അപ്പോൾ KTM ജീപ്പേഴ്സ് സത്യം പറഞ്ഞാൽ ആരെയും അങ്ങനെ അടുപ്പിക്കില്ല, പുറത്തുനിന്ന് ആരെയും അങ്ങനെ കയറ്റില്ല. അവരൊരു പ്രസ്റ്റീജിയസ് ടീം. അവരുടെ അപ്പനും മക്കളും മാത്രമല്ല, അവർ ടീമുണ്ട്. അവർ ഒരു പ്രോപ്പർ ടീം തന്നെ അവർക്കുണ്ട്. കുറേ പേര്, ആനന്ദ് മാഞ്ഞുരാൻ, സാം കുര്യൻ, പിന്നെ ജെവിൻ മാത്യു, പ്രേം. അതായത് അന്ന് റാലിയിലും ഓഫ് റോഡിങ്ങിലും ഉള്ള പുലികൾ മുഴുവൻ KTM ജീപ്പേഴ്സിലാണ്. അതായത് പിന്നെ ഷെമി മുസ്തഫ. അതായത് കേരളത്തിൽ നിന്ന് പുറത്തേക്ക് ഒരു ഇവൻറ്റിന് മത്സരിക്കാൻ പോകുന്നുണ്ടെങ്കിൽ ഈ ടീം മാത്രമേ പോവുള്ളൂ. വേറെ ടീമുകൾ അങ്ങനെ പോകാറില്ല. എനിക്കറിയില്ല കേട്ടോ, അന്ന് എനിക്ക് അറിയില്ലായിരുന്നു വേറെ ടീമുകൾ പോകണേ. പിന്നെ ഞാൻ കേട്ടിട്ടുണ്ട് കൊച്ചിൻ ഓഫ് റോഡ് ക്ലബ്ബ് എന്ന് പറഞ്ഞൊരു ടീമുണ്ടായിരുന്നു. അവരൊക്കെ കൂടി ഇതിന് മുമ്പ് പാലാർ ചലഞ്ച് പോയിട്ടുണ്ടെന്ന്. ഞാൻ ഈ അടുത്ത് പാലാർ ചലഞ്ച് 2024 വിൻ ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു, കേരളത്തിൽ നിന്ന് ആദ്യമായിട്ടാണ് ഒരു ഡ്രൈവർ പോയി പാലാർ വിൻ ചെയ്തത്. ഞാൻ വെറുതെ പോസ്റ്റ് ഇട്ടു, ഒരു മലയാളി ആദ്യമായിട്ടാണ് വിൻ ചെയ്യണമെന്ന്. അപ്പോൾ എനിക്ക് കോൾ വന്നു, നീ അറിയാത്തൊരു കാലമുണ്ട് മലയാളികൾക്ക്, കൊച്ചിൻ ഓഫ് റോഡ് ക്ലബ്ബ് പണ്ട് പോയിട്ട് പാലാർ വിൻ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്നോട് ഇവിടുന്ന് കൊച്ചിയിലെ മോട്ടോർ സ്പോർട്ടിലൊരു ഫേമസ് പുള്ളി എന്നെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് അറിയില്ലായിരുന്നു നിൽക്കുക. അപ്പോൾ ആരാണെന്ന് ചോദിച്ചു. പുള്ളി പറഞ്ഞു ഇന്നതായിരുന്നു ടീം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇവിടെ നിന്ന് എന്നോട് ഒഫീഷ്യൽസ് പറഞ്ഞു കേരളത്തിൽ നിന്ന് ആരും ഇവിടെ വന്നിട്ട് പാലാർ ജയിച്ചിട്ടില്ല എന്നാണ് ഒഫീഷ്യൽസ് പറഞ്ഞത്. അപ്പം ഒന്ന് കൺഫേം ചെയ്യുമെന്ന് വെച്ചു. പുള്ളി പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ട് എന്നോട് വിളിച്ചത്, സോറി അത് തെറ്റിപ്പോയതാണ്, പാലാർ അവർ ജയിച്ചിട്ടില്ല, ഏതോ ഒരു ദിവസം മാത്രം അവർ വിൻ ചെയ്തിരുന്നിട്ടുള്ളൂ. പാലാർ ഓവറോൾ ടൈറ്റിൽ ഇതുവരെ മലയാളികൾ അടിച്ചിട്ടില്ല. ഒരു മലയാളി ടീമും പോലും ഓവറോൾ ടൈറ്റിൽ അടിച്ചിട്ടില്ലായിരുന്നു. അത് ഫസ്റ്റ് ടൈം അടിക്കുന്നത് 2024 ഞങ്ങളാണ്. 25 ഇപ്പം ഈ വർഷം. അങ്ങനെ അപ്പോൾ കൊച്ചിൻ ഓഫ് റോഡ് ക്ലബ്ബ് എന്ന് പറഞ്ഞ ക്ലബ്ബ് ഇതിൻ്റെ സൈഡിലുണ്ട്. അപ്പോൾ ഇവർ പുറത്ത് പോകണമെന്ന് നമ്മൾ അറിയണില്ല. കാരണം മീഡിയ പബ്ലിസിറ്റിയും കാര്യങ്ങളും മാഗസിനുകളിലും മനോരമയുടെ മാഗസിനിലൊക്കെ കൂടുതൽ വരുന്നത് KTM ജീപ്പേഴ്സിൻ്റെ കാര്യം. KTM ജീപ്പേഴ്സാണ് ഏറ്റവും കൂടുതൽ ഇവൻറ്റിന് പോകുന്നത്. അവരതും ന്യൂസിൽ കൊടുക്കുകയും ചെയ്യും. അങ്ങനെ KTM ജീപ്പേഴ്സിൽ ഞാൻ കയറിയിട്ട് പിന്നെ ഞാൻ ഇവൻറ്റുകൾ ഓടിച്ചു തുടങ്ങി. അപ്പോഴും എനിക്ക് അറിയണില്ല, ഞാൻ എവിടെയൊക്കെ താറും കൊണ്ട് പോയെടുത്തൊക്കെ തോൽവിയായിരുന്നു. പിന്നെ ഒരു ഇവൻറ്റ് തിരൂര് നടന്നപ്പോൾ തിരൂര് ഞാൻ പോയി ഓടിച്ചു. അന്ന് എനിക്ക് എൻ്റെ വണ്ടിയിൽ വലിയ ടയർ 35 ഇഞ്ച് ടയേഴ്സ് ഉണ്ട്. ബാക്കി എല്ലാവരും 31 ഇഞ്ച് ടയറായിരുന്നു മാക്സിമം സൈസ്. ഇവരെല്ലാവരും കൂടി ഒരു കുഴിയിൽ വന്ന് പെട്ടു. 2 ട്രാക്ക് ഉണ്ടായിരുന്നു. ഒരു ട്രാക്കിൽ ഞാൻ തേർഡ് ഫോർത്ത് ഫാസ്റ്റസ്റ്റായി. രണ്ടാമത്തെ ട്രാക്കിൽ ഒരാൾ പോലും ഫിനിഷ് ചെയ്തില്ല. എൻ്റെ വണ്ടി മാത്രം ഇന്ന് കയറിപ്പോന്നു. അപ്പം അൺബീറ്റബിളായിട്ട് ഞാൻ വിന്നറാവുകയാണ്. അപ്പോൾ ആ ഒരൊറ്റ ട്രാക്ക് കാരണം കുറേ പാർട്ടിസിപ്പൻസ് എല്ലാവരും കൂടി ഒരുമിച്ച് നിന്നിട്ട് എനിക്കെതിരെന്ന് പറഞ്ഞാൽ ഞാൻ അന്നതൊരു വിന്നറായിട്ടുള്ള ചാമ്പ്യൻ ഡ്രൈവറും അല്ല, ഞാൻ ഫ്ലൂക്കിന് ജയിച്ച പോലെ ആക്കി. അതായത് എൻ്റെ ട്രോഫിക്ക് ഒരു വിലയില്ലാതാക്കിയിട്ട് ഇവരെല്ലാവരും ആ ട്രോഫി എടുത്ത് തൂക്കി കളഞ്ഞിട്ട് പോയി, എറിഞ്ഞിട്ട് പോയി. അവർക്ക് കിട്ടിയ സെക്കൻഡും തേർഡും മറ്റ് ട്രാക്കിലത്തെ മാത്രം ടോപ്പേഴ്സിനെ വെച്ചിട്ട് കൊടുത്തവർ. അപ്പം എന്തോ അവരെല്ലാവരും ഇവൻറ്റ് ബഹിഷ്കരിച്ചു. ഞാൻ ആ ട്രോഫിയും കൊണ്ട് പോന്നു. അപ്പോൾ എനിക്ക് എൻ്റെ ജീവിതത്തിൽ എൻ്റെ താറും കൊണ്ട് കിട്ടിയത് 2 ട്രോഫികളാണ്. ഒന്ന് കണ്ണൂരത്തെ ഇവൻറ്റ്, അത് ഞങ്ങൾ മത്സരിച്ച് വാങ്ങിയത്, ഒന്ന് ഇതും. പിന്നെ ഒരു വാശിയായി. അങ്ങനെ ഞാൻ ഇവൻറ്റുകൾ ഓടിക്കാൻ തുടങ്ങി. കുറേ താറും കൊണ്ട് ഓടിച്ച് പൊട്ടിയപ്പോൾ ഞാൻ കുറേ കാശും പോയി വണ്ടി ബിൽഡ് ചെയ്തിട്ടും. അപ്പോൾ ഞാൻ മെല്ലെ പരിപാടി നിർത്തി, കോമ്പറ്റീഷൻ നിർത്താം എന്ന് തീരുമാനിച്ചിരിക്കുമ്പോൾ 2018 ഞാൻ താറ് വിൽക്കാനിട്ടു. എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് ഏൽപ്പിച്ചു. ആ സമയത്ത് KTM ജീപ്പേഴ്സിന് സാമൊക്കെ RFCക്ക് പോകുന്നുണ്ട്.
ഈ 2016-17 ഞാൻ RFC കാണാൻ പോകുന്നുണ്ട്. 16 കാണാൻ പോയി, 17 ഞാൻ KTM ജീപ്പേഴ്സിൻ്റെ മെമ്പറായിട്ട് അവരുടെ കൂടെ RFC കാണാൻ പോയി. അന്ന് ഇവരുടെ എല്ലാവരുടെയും ടീമിനെ സപ്പോർട്ട് ചെയ്യാൻ ഓരോ ഡ്രൈവേഴ്സ്, അന്ന് 4 ടീമോ 5 ടീമോ കണ്ട് KTM ജീപ്പേഴ്സ് തന്നെ RFCക്ക് ഇറങ്ങുന്നുണ്ട്. ഈ ടീമിനെ എല്ലാം ഞാൻ സപ്പോർട്ട് ചെയ്തു, ഇന്ന ആളെന്നില്ലാതെ എല്ലാവരും സപ്പോർട്ട് ചെയ്തു. 2018 സാം എന്നോട് ചോദിച്ചു, എന്താണ് നീ RFCക്ക് കോ ഡ്രൈവർ ആവുമെന്ന് ചോദിച്ചു. അങ്ങനെ സാമിന് അങ്ങനെ സ്ഥിരമായിട്ടൊരു കോ ഡ്രൈവർ ഇല്ല. സാം നന്നായിട്ട് വണ്ടി പണിയും, അത്യാവശ്യം KTM ജീപ്പേഴ്സിൽ മറ്റ് ഡ്രൈവേഴ്സിൻ്റെ പോലെ ഓടിക്കുകയും ചെയ്യും. അത്യാവശ്യം സ്കിൽഡ് ഡ്രൈവറാണ്, കാരണം കാലങ്ങളുടെ എക്സ്പീരിയൻസ് സാമിനുണ്ട്. ഒരുപാട് കാലമായിട്ട് സാമൊക്കെ ചെറുപ്പം മുതലേ ജീപ്പിലേക്ക് ജനിച്ച് വീണ ആളുകളാണ്. അവർ പാരൻസായിട്ട് വണ്ടികളുണ്ട്, അപ്പോൾ കൂടുതൽ വണ്ടികളെക്കുറിച്ച് അറിയുകയും ചെയ്യാം. പുള്ളി അത്യാവശ്യം പഞ്ചാബിൽ കൊണ്ടൊരു വണ്ടി പണിത് ആ വണ്ടിയും കൊണ്ടാണ് ഇറങ്ങണത്. അതുകൊണ്ട് പുള്ളിയുടെ 2-3 വർഷമാണ് ഈ 2018 RFC. പുള്ളി RFC ഓടിക്കുമ്പോൾ എന്നെ കോ ഡ്രൈവറായിട്ട് ഇരുത്തി. അപ്പം ആ കാലത്ത് സാമിൻ്റെ കൂടെ പുതുതായിട്ടൊരു ഫ്രണ്ട് വന്നു. അതായത് സാമിൻ്റെ കൂടെ വൈകുന്നേരം ക്ലബ്ബിലൊക്കെ ഒരുമിച്ചിരുന്ന് കമ്പനി കൂടണൊരു പുള്ളി. അപ്പം പുള്ളി ഞങ്ങളുടെ കൂടെ അങ്ങനെ ഓഫ് റോഡിങ്ങിനൊന്നും വരുന്ന ആളല്ല. എനിക്കാണെങ്കിൽ ഇതിനോട് ഭയങ്കര ഭ്രാന്തും, ഓഫ് റോഡിങ്ങിനോട് ഭ്രാന്ത് വന്ന സമയമാണ്. അപ്പോൾ സാം എന്നോട് കോ ഡ്രൈവറായിട്ട് ഇരിക്കാൻ പറഞ്ഞപ്പോൾ എനിക്ക് RFC 2 വർഷം പോയപ്പം ഒരു കോമ്പറ്റീറ്റർ ടാഗ് കാണാൻ അതിൻ്റെ നല്ല രസമാണ്. മോട്ടോ സ്പോർട്സ് ഡേഞ്ചറസ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു ടാഗും അതിൻ്റെ അടിയിൽ RFC കോമ്പറ്റീറ്റർ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് RFCയുടെ ഡീറ്റെയിലൊക്കെ വെച്ചിട്ട് സാധനം. എനിക്ക് അതിനോട് ഭയങ്കര ഹരായി. അപ്പോൾ എനിക്ക് ഒരു വർഷമെങ്കിലും എങ്ങനെയെങ്കിലും ഇതിലൊന്ന് കോമ്പറ്റ് ചെയ്ത് ആ ഒരു ടാഗ് വീട്ടിൽ കൊണ്ടുവയ്ക്കാനൊരാഗ്രഹം. ഇതിനോട് എനിക്ക് താല്പര്യമുള്ളതുകൊണ്ട് അങ്ങനെ 2018 പുള്ളി വിളിച്ചപ്പോൾ ഞാൻ ഒന്നും ആലോചിച്ചില്ല, ഞാൻ റെഡി എന്ന് പറഞ്ഞു. ഞാൻ ഫിസിക്കൽ ഫിറ്റ്നസ് ഉണ്ടാക്കാൻ വേണ്ടി വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങി. രാവിലെ ജിമ്മിൽ പോകാനും ഓടാനും ചെയ്യാൻ പറ്റുന്ന പണികളൊക്കെ ഞാൻ ചെയ്തു. നീന്താൻ പോകും. അങ്ങനെ ഫിസിക്കലി അത്യാവശ്യം അന്നത്തെ കാലത്ത് ഞാൻ ഫിസിക്കലി അത്ര ഫിറ്റൊന്നും ആയിരുന്നില്ല. എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളെല്ലാം ഞാൻ ചെയ്തു വെച്ചു. പക്ഷേ ഈ RFC പോകുന്നതിൻ്റെ ഒരു 2-3 ദിവസം മുമ്പ് എനിക്കൊരു ചെസ്റ്റ് ഇൻഫെക്ഷൻ വന്ന് എനിക്ക് തീരെ വയ്യാണ്ടായി. ഞാൻ എന്നിട്ടും ഞാൻ സാമിനോടൊന്നും പറഞ്ഞില്ല, ഞാൻ പോയി. ഇപ്പോൾ Day 1 Day 2 ഒക്കെ ഭയങ്കര കട്ടി ട്രാക്ക്. RFC അന്ന് അന്യ കട്ടിയാണ്. അന്ന് ഇന്നത്തെ അത്രയും ടെക്നിക്കലി വണ്ടികൾ സ്പെസിഫൈഡും അല്ല. ഇത് ലോക്കേഴ്സൊക്കെ കേബിൾ ലോക്കേഴ്സും ഇലക്ട്രോണിക് ലോക്കേഴ്സും ഒന്നും വന്നിട്ടില്ല. ഡ്രൈവറും പണിയെടുക്കണം, കോ ഡ്രൈവർക്ക് ഭയങ്കര പണിയാണ്. പിന്നെ വിഞ്ച് റോപ്പൊക്കെ ആണെങ്കിലും എല്ലാ സാധനവും കട്ടിയാണ്, പാടാണ് ചെയ്യൽ. ഒരു വിഞ്ചേ ഉള്ളൂ. വിഞ്ച് ഇന്നത്തെ അത്ര സ്വിച്ചിൽ നിന്ന് റിലീസ് ചെയ്താൽ നിൽക്കുന്ന ടൈപ്പ് അഡ്വാൻസ്ഡ് വിഞ്ചസ് ഒന്നുമില്ല. അപ്പോൾ കോ ഡ്രൈവർക്ക് ഇതൊക്കെ പണിയാണ്. ഡ്രൈവറാണെങ്കിൽ അതുപോലെ കോ ഡ്രൈവറെ സപ്പോർട്ട് ചെയ്യും വേണം. അപ്പം ഒരു വിഞ്ചേ ഉള്ളൂ. ഇന്ന് ഞങ്ങളുടെ വണ്ടിയിൽ 2 കോമ്പറ്റീഷൻ വിഞ്ചുണ്ട്. അന്ന് ഒരു കോമ്പറ്റീഷൻ വിഞ്ചുള്ളൂ, വിഞ്ചിന് ബ്രേക്കും ഇല്ല, മര്യാദയ്ക്കുള്ള ബ്രേക്കില്ല. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് 2 ദിവസം ഞാൻ കോമ്പീറ്റ് ചെയ്തു. 2 ദിവസം നല്ല പൊരിഞ്ഞ മഴയത്ത് മരുന്നൊക്കെ കഴിച്ച് ആൻറ്റിബയോട്ടിക് ഒക്കെ കഴിച്ച് ഞാൻ ട്രാക്കിലിറങ്ങി. ആദ്യത്തെ ദിവസത്തിൽ എൻ്റെ കഴിവുകേടുണ്ടെന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ഫിറ്റ്നസ് അന്ന് എനിക്കില്ല. എനിക്ക് ശ്വാസം വലിക്കാൻ പറ്റുന്നില്ല. ഇത് കാരണം കുത്തനെ 2-3 വിഞ്ചിങ് ഒരു സ്റ്റേജിലുണ്ടായിരുന്നു. അതിൽ ആദ്യത്തെ 2 വിഞ്ചിങ് എങ്ങനെയൊക്കെയോ ഞാൻ ചെയ്തു. അപ്പോൾ അന്നത്തെ ചാമ്പ്യൻ കോ ഡ്രൈവർ ചേതൻ ചെങ്കപ്പയാണ്. ജഗത് നഞ്ചപ്പ വിന്നർ ആവണ വർഷമാണ് 2018. ജഗത്തും സാം അന്ന് ജഗത്തിനോട് പിടിക്കാൻ കപ്പാസിറ്റിയുള്ള ഡ്രൈവറാണ് സാം. അപ്പം സാം ജഗത്തിൻ്റെ പിന്നാലെ ഞങ്ങൾ ഒരുമിച്ച് വാക്കിൻ ട്രക്കിലേക്ക് പോകും. അപ്പം ട്രാക്ക് കാണുകയാണ്. ഫസ്റ്റ് ഓബ്സ്റ്റക്കിൾ കാണുമ്പോൾ ഞാനിങ്ങനെ കണ്ടു കുത്തനൊരു കയറ്റം, ഫുൾ ചെളിയും. അപ്പോൾ ഞാനിങ്ങനെ താഴെ നിന്ന് മേലേക്ക് നോക്കി. ഞാനത് കയറാൻ എങ്ങനെ കയറും എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഷൂസും ഗ്രിപ്പുള്ള ബൂട്ടൊക്കെ ഇട്ട്. അപ്പോൾ ചേതൻ സൈഡിൽ വന്ന് ചേതൻ ഒരു ചാട്ടം ചാടി, പിന്നൊരു ചാട്ടം ചാടി, 4 ചാട്ടം ചാടി പുള്ളി മുകളിലെത്തി. അപ്പോൾ ഞാനിങ്ങനെ അയ്യോ, ഇവരാണ് ഞങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സ്. അത് ഞാനത് കണ്ട കുറേ പുല്ലൊക്കെ ഉണ്ട്. ഞാൻ വെള്ളിയും പുല്ലൊക്കെ തപ്പി പിടിച്ച് അതിന്മേയൊക്കെ പൊത്തി പിടിച്ച് ഞാൻ മുകളിൽ കയറി. ആ ട്രാക്ക് ഫുള്ള് കണ്ടു. വണ്ടിയും കൊണ്ട് കോമ്പറ്റീഷൻ വന്നപ്പോൾ ഇതേപോലെ തന്നെ വിഞ്ച് റോപ്പ് എൻ്റെ മേലെ കൊളുത്തിയിട്ട് ഞാൻ നടന്ന് പൊത്തിപ്പിടിച്ച് കയറി കൊളുത്തി കയറ്റി വെച്ച് പുള്ളി വണ്ടി ഓടിച്ച് കയറി. പിന്നെയും പുള്ളി താഴെ അടുത്ത റൗണ്ട് വരും. അപ്പോൾ അടുത്ത വിഞ്ചിങ് ഏരിയ അതും ഇതേപോലെ കയറ്റി. 3ാമത്തെ വിഞ്ചിങ് മുകളിലെത്തി പുള്ളി താഴെ എത്തുമ്പോഴത്തേക്കും ടൈം ഔട്ടായി. 15 മിനിറ്റ് ആയിരുന്നു ടൈം. അങ്ങനെ ആ ട്രാക്ക് ആകെ 4-5 പേരെ ഫിനിഷ് ചെയ്തുള്ളൂ. ഞങ്ങളതിൽ ഫിനിഷ് ചെയ്യാത്ത ടീമിൽ പെട്ടു. DNF ആയി. 20 പോയിൻ്റ് അതിന് കിട്ടുക. പിന്നെ വേറെ ഒരു ട്രാക്കിൽ നല്ല ചെളി, ഒരാൾ ഫിനിഷ് ചെയ്യാനില്ല, ഒരു ബോക്സിലേക്ക് കയറില്ല. ആകെ 1-2 പേര്. അന്ന് 40 കോമ്പറ്റീഷനിൽ 2 പേരും കണ്ട് ആ ട്രാക്ക് ഫിനിഷ് ചെയ്തുള്ളൂ. ബാക്കി എല്ലാവരും DNF എടുക്കലായി. പിന്നെ വൈകുന്നേരം ആയപ്പോൾ സാമിനും അടുത്തു. അപ്പോൾ സാം കയ്യിൽ നിന്ന് പോയുള്ള പോലെ സാം പറഞ്ഞു ഇനി ഓടിക്കേണ്ടടാന്ന് പറഞ്ഞിട്ട് സാം പോയി കിടന്നു. അതായത് ടെൻറ്റിൽ പോയി കിടന്നു. കാട്ടിനുള്ളില്ല, ഒരു പുഴ കടന്ന് വേണം ട്രാക്കിലേക്ക് എത്താൻ. ഈ പുഴയാണെങ്കിൽ മഴ പെയ്തിട്ട് ഭയങ്കര ഒഴുക്കും. വൈകുന്നേരം മഴ കുറഞ്ഞ സമയത്ത് ഇങ്ങനെ വണ്ടി അപ്പുറത്തേക്ക് കൊണ്ടുപോയി, ട്രാക്കിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോയി, റിവറിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോയി. അത് വെള്ളത്തിൽ കൂടെ തന്നെ കിടത്തു. വൈകുന്നേരം ആയപ്പോൾ ഭയങ്കര മഴ പെയ്ത് പിന്നെ ഇങ്ങോട്ട് കിടത്താനും പറ്റാതായി. അങ്ങനെ രാത്രി ഒരു സ്റ്റേജ് ഓടിച്ചില്ല. അടുത്ത ദിവസം വന്നപ്പോൾ ഞങ്ങൾ ലാസ്റ്റിൽ നിൽക്കുന്നുണ്ട്. റിസൾട്ട് വന്നപ്പോൾ ഞങ്ങൾ ഏറ്റവും ലാസ്റ്റിൽ 40 പേരിൽ 32-33 കണ്ടു. അതിൻ്റെ അടുത്ത ദിവസം ചെയ്യാൻ പറ്റുന്ന പണിയൊക്കെ ചെയ്ത് ഞങ്ങൾ സ്റ്റേജുകൾ ഫിനിഷ് ചെയ്യാൻ തുടങ്ങി. അതിൻ്റെ അടുത്ത് സെക്കൻഡ് ഡേ ഒരു സ്റ്റേജ്, 4 സ്റ്റേജിൽ ഒരു സ്റ്റേജും കണ്ട് ഞങ്ങൾ DNF ആയുള്ളൂ. ആദ്യത്തേൽ 3 DNF.
സെക്കൻഡ് ഡേ ഒരെണ്ണ DNF ആയുള്ളൂ. പിന്നെ തേർഡ് ഡേ വന്നപ്പം ട്രാക്ക് മാറി വേറെ ലൊക്കേഷനിലേക്ക് വന്നു. അവിടെ എൻ്റെ മാക്സിമം ഞാൻ പണിയെടുത്തു. 4, 4, 8 തേർഡ് ഡേ എല്ലാ സ്റ്റേജും ഞങ്ങൾ ഫിനിഷ് ചെയ്തു. അപ്പോൾ ഞങ്ങളൊരു മെല്ലൊരു സ്ട്രാറ്റജി കളിച്ചു, നമുക്ക് പയ്യെ ഓടിച്ചാൽ മതി. അതായത് ആദ്യം പോയി ഓടിക്കുന്നവർ ഓടിച്ചോട്ടെ, അപ്പോൾ ട്രാക്ക് ഒന്നും കൂടി ഒന്ന് സീസൺഡ് ആവും. അപ്പോൾ ഞങ്ങൾ ലാസ്റ്റ് ഓടിക്കാനുള്ള സ്ട്രാറ്റജിയിലേക്ക് വന്ന് പിന്നെ ഞങ്ങൾ ആ ചെയ്ത തന്നെ മണ്ടത്തരായി പോലായി. കാരണം വണ്ടികളെല്ലാം തീരാതായി, ഭയങ്കര ഡിലേ വന്ന് രാത്രി 2 മണിക്കും 3 മണിക്കൊക്കെ സ്റ്റേജ് ഓടിക്കണ പോലെ. തേർഡ് ഡേ രാത്രി 2 മണി 3 മണി വരെ ഞങ്ങൾ നിന്നിട്ട് ആകെ 4 പേര് മാത്രം ഫിനിഷ് ചെയ്ത ഒരു സ്റ്റേജ് ഞങ്ങൾ ഫിനിഷ് ചെയ്തു. സ്ട്രാറ്റജി ഉണ്ടാക്കി രാത്രി ഫുൾ എല്ലാവരും ഓടിക്കണം, മിസ്റ്റേക്കൊക്കെ കണ്ടുപിടിച്ച് ഞാൻ ആ സ്റ്റേജ് ഫിനിഷ് ചെയ്യിച്ചു സാമിനെ കൊണ്ട്. അടുത്ത ദിവസം വന്നപ്പം പിന്നെയും ഇതുപോലെ ഒരു സ്റ്റേജിൽ ഞങ്ങളുടെ കൂടെ സാമിൻ്റെ കൂടെ പുതുതായിട്ട് വന്ന ആളെന്ന് പറഞ്ഞല്ലോ. സാം എന്ന് പറഞ്ഞാൽ സാം നല്ല ഡ്രൈവറാണ്, പക്ഷേ സാം പുറത്തിറങ്ങി കോ ഡ്രൈവറെ സപ്പോർട്ട് ചെയ്യില്ല. അതായത് അന്ന് അത്രയും കോമ്പറ്റേറ്റീവ് മൂഡ് പുള്ളിക്കില്ല. കോ ഡ്രൈവറെ സപ്പോർട്ട് ചെയ്യാൻ പുള്ളി ചിന്തിക്കുകയല്ല, കോ ഡ്രൈവർ തന്നെ പണിയെടുത്തോണം. ഡ്രൈവ് ചെയ്യുന്ന ത്രില്ലിൽ അങ്ങനെ പോകും. പുള്ളി വണ്ടിയിൽ ഇരിക്കുകയുള്ളൂ, പുള്ളി വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങില്ല. ശരിക്കും കോമ്പറ്റീഷൻ ജയിക്കണം എന്നുണ്ടെങ്കിൽ ഡ്രൈവർ പുറത്തിറങ്ങേണ്ടി വരും. ഏതെങ്കിലും ഒരു പോയിന്റിൽ 26 സ്റ്റേജ് ഓടിക്കുമ്പോൾ ഏതെങ്കിലും ഒരു പോയിന്റെങ്കിലും ഡ്രൈവർ പുറത്തിറങ്ങി കോ ഡ്രൈവറെ സപ്പോർട്ട് ചെയ്യാൻ ചിന്തിക്കണം, ഫാസ്റ്റർ ആക്കാൻ. കാരണം കോ ഡ്രൈവർക്ക് എല്ലാം കൂടി ചെയ്യാൻ പറ്റില്ല. അന്ന് നിർബന്ധമായിരുന്നു, ഇന്ന് അത്രയും നിർബന്ധമില്ല. കാരണം ഇന്ന് വിഞ്ചസ് അടിപൊളിയായി. വിഞ്ച് വെറുതെ ഇടയ്ക്ക് ഉടക്കമൊന്നുമില്ല. അന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു വിഞ്ചിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വിഞ്ചിൻ്റെ റോപ്പ് കയറി ഉടക്കിയിട്ടുണ്ടാവും. പിന്നെ അത് വലിച്ചെടുക്കാന്ന് പറഞ്ഞാൽ കോ ഡ്രൈവർ എനർജി കുറേ ആയിട്ട് എക്സോസ്റ്റഡ് ആവും ഇയാൾ. അപ്പോൾ അങ്ങനെ ഒരു വിഞ്ചിങ് സ്റ്റേജിൽ 4 സ്റ്റെപ്പ് കയറാനുണ്ട്. ഈ 4 സ്റ്റെപ്പ് കയറുന്നതിന് വിഞ്ച് ചെയ്യേണ്ടത് ഒരു 40-50 അടി ഹൈറ്റുള്ള ഒരു തിട്ടയുടെ മുകളിൽ കൊണ്ടുപോയിട്ടാണ് മരം അവിടെ കൊണ്ടുപോയി വിഞ്ച് ചെയ്യേണ്ടത്. ആദ്യം ഒരാൾ പോലും ആ സ്റ്റേജിൽ ആ മരത്തിനെ കുറിച്ച് ചിന്തിച്ചില്ല. ഗ്രൗണ്ട് ആങ്കർ മണ്ണിൽ കൊളുത്തിയിട്ടും കല്ല് കൊളുത്തിയിട്ടൊക്കെയാണ് എല്ലാവരും വിഞ്ച് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആ മരത്തിലേക്ക് കൊണ്ടുപോയി കൊളുത്തി വിഞ്ച് ചെയ്യണ കാര്യം ഒരാൾ പോലും ചിന്തിച്ചില്ല. അപ്പം മലേഷ്യൻ ടീം അവിടെ വന്നു. അന്നൊരു മലേഷ്യൻ ടീം വന്ന് മത്സരിക്കുന്നുണ്ട്. മലേഷ്യൻ ടീം വന്നപ്പോൾ മലേഷ്യൻ കോ ഡ്രൈവർ ഭയങ്കര ഫിസിക്കൽ ഫിറ്റ്നസ് ഉള്ള, അന്ന് ഏറ്റവും ഫിസിക്കൽ ഫിറ്റ്നസ് ഉള്ളത് മലേഷ്യൻ കോ ഡ്രൈവർ. എത്ര എക്സ്പീരിയൻസ്ഡുവാ. അവൻ നേരെ ആ മരം കണ്ടു, അവനൊരു എക്സ്റ്റൻഷൻ സ്റ്റാപ്പ് എടുത്തിട്ട് നേരെ മരത്തിൽ കൊണ്ടുപോയി കൊളുത്തി. അടുത്തത് ഞങ്ങളിറങ്ങണത് അവരുടെ പിന്നാലെ. അപ്പം എനിക്കിതിനൊന്നും സമയം കിട്ടിയില്ല. ഞങ്ങളുടെ അടുത്താണെങ്കിൽ ഭയങ്കര ഹെവി ഡ്യൂട്ടി സ്ട്രാപ്പുകളും ഭയങ്കര ഹെവി വെയിറ്റ് തന്നെ ഉണ്ട്. ഞാനിതെല്ലാം കൂടി കണക്ട് ചെയ്ത് വെച്ചിട്ട് സ്റ്റേജിലേക്ക് ഇറങ്ങി ഈ സാധനമൊക്കെ ഏറ്റി മുകളിലേക്ക് എത്തിയപ്പോഴത്തേക്ക് എൻ്റെ അടപ്പൂരി. ഒരു തരത്തിൽ എങ്ങനെയെങ്കിലും അത് ഫിനിഷ് ചെയ്യണമെന്ന് വാശിയായി. സാം പുറത്തിറങ്ങിയില്ല, ഞാൻ മുകളിൽ കൊണ്ടുപോയി കൊളുത്തി തിരിച്ച് താഴെ 40 അടി ഇറങ്ങി വന്നിട്ട് ഓരോ സ്റ്റേജിലും ഓരോ സ്റ്റെപ്പ് കയറുന്നിടത്തും ഞാൻ ലാഡറൊക്കെ ഇട്ട് കൊടുത്ത്. ഇത് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഫുള്ളി എക്സോസ്റ്റഡ് ആയി. ഇത് കഴിഞ്ഞ് വണ്ടി മുകളിൽ നിന്ന് താഴത്തേക്ക് പിന്നെയും കുഴിയിലിറക്കി വേറൊരു ലൈനിൽ പോയി വിഞ്ച് ചെയ്യണം. ഈ സ്ട്രാപ്പുകളൊക്കെ എടുത്തിട്ട് ഞാൻ ആ കോറിയുടെ മുകളിൽ കൂടെ അങ്ങേ അറ്റത്ത് മറ്റേ മരത്തിൽ കൊണ്ടുപോയി കൊടുത്തപ്പോൾ എനിക്ക് വയ്യാണ്ടായി. താഴെ എത്തിയപ്പോൾ സാം അവിടെ താഴെ വന്ന് വെയിറ്റ് ചെയ്യുക. സാധാരണ ഞാൻ ഈ നടന്നു വരുന്ന ഗ്യാപ്പിൽ ഡ്രൈവർ വണ്ടി അവിടെ നിർത്തി പുറത്തിറങ്ങി വിഞ്ച് റോപ്പ് വലിച്ച് പുറത്തിടാൻ ശ്രമിക്കും. സാം അത് ചെയ്തില്ല. സാം അങ്ങനെയാണ്. ഞാനിവിടെ വന്ന് ഇതൊക്കെ വലിച്ച് പുറത്തിട്ടപ്പോഴത്തേക്കും പിന്നെയും ഫുള്ളില്ലാണ്ടായി. ഒരു തരത്തിൽ മുകളിൽ കൊണ്ടുപോയി കൊളുത്തി പുള്ളി വിഞ്ചിൽ മുകളിൽ കയറി വന്നപ്പോഴത്തേക്കും പിന്നെ എന്നോട് ഊരാൻ പറഞ്ഞു. ആ കിട്ടിയ ശ്വാസം വെച്ചിട്ട് ഞാൻ അതൊക്കെ വലിച്ച് ഊരി വണ്ടിയിലേക്ക് ഇട്ട് വണ്ടിയിൽ കയറി നിന്നപ്പോഴത്തേക്കും ഞാൻ ഏതാണ്ട് ബ്ലാക്ക് ഔട്ടായ പോലെ ആയി. വണ്ടിയിൽ കോ ഡ്രൈവർ കയറി ബക്കിൾ ചെയ്തതിന് ശേഷം മാത്രമേ ഫിനിഷ് ബോക്സിൽ കയറാൻ പറ്റുള്ളൂ. അപ്പോഴത്തേക്കും ഫുള്ളി എക്സോസ്റ്റഡായി ഞാൻ ഇങ്ങനെ കിടന്ന്. പിന്നെ കാണുന്നത് കുറേ പേര് എൻ്റെ മുഖത്ത് വന്ന് വെള്ളം ഒഴിക്കുന്നു, ഗ്ലൂക്കോസ് വന്ന് പൊത്തുന്നു, അതൊക്കെയാണ് കാണുന്നത്. അത് കഴിഞ്ഞ് ആ സ്റ്റേജ് കഴിഞ്ഞ് എനിക്കിങ്ങനെ ബോധം വന്ന് തുടങ്ങിയപ്പം സാമിൻ്റെ കൂടെ മറ്റേ ഫ്രണ്ട് ഉണ്ട് പറഞ്ഞു. പുള്ളി വന്നിട്ട് പറഞ്ഞു, ഫഹദിനെ കൊണ്ട് പറ്റില്ല, നമുക്ക് ഫഹദിനെ മാറ്റാമെന്ന് പറഞ്ഞു. ഒരു തവണ പോലും സാം ഹെസിറ്റേറ്റ് ചെയ്തില്ല എന്നോടത് ചോദിച്ചും കൂടിയില്ല. നീ ഇറങ്ങിക്കൂടാന്ന് പറഞ്ഞ് എന്നെ ഇറക്കി വിട്ടു, എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞിട്ട്. ഇത് പുള്ളി എന്നെ സപ്പോർട്ട് ചെയ്യാത്തത് പോലും പുള്ളി ചിന്തിച്ചില്ല. എനിക്ക് എൻ്റെ ഡ്രീം ആയിരുന്നു സാധനം. പക്ഷെ എൻ്റെ ID കാർഡ് കിട്ടിയിരുന്നു കേട്ടോ. ID കാർഡ് കിട്ടിയിരുന്നു. എനിക്ക് എന്തൊക്കെ കിട്ടേണ്ട സാധനങ്ങളൊക്കെ ആദ്യം തന്നെ അവർ തന്നായിരുന്നു. അതൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായി. ഒരു ടീഷർട്ടോ ക്യാപ്പോ എന്തൊക്കെ തരുമായിരുന്നു. ആ സാധനങ്ങളൊക്കെ ഞാൻ എടുത്തു വെച്ചിരുന്നു. പക്ഷേ ഭയങ്കര ഹ്യൂമിലേറ്റഡ് ആയി ഞാൻ. എല്ലാ കോമ്പറ്റീറ്റേഴ്സിൻ്റെ ഇടയ്ക്ക് വെച്ചാണ് പുള്ളി അത് പറയുന്നത്. അന്ന് ആർക്കും എന്നെ അറിയൊന്നുമില്ല. എന്നാലും അറിയാവുന്ന ആളുകൾക്ക് അറിയാം. എൻ്റെ കൂടെ കുറച്ച് പിള്ളേരും വന്നിരുന്നു. അവരും ഞാൻ എത്ര ഇതിനോട് എഫേർട്ട് ഇട്ടിട്ടുണ്ടെന്ന് അവർക്ക് അറിയാം. എനിക്ക് കോമ്പറ്റീഷൻ ഓടിക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ താറ് വിറ്റതും. ഞാൻ അന്നൊരു ബൊലേറോ വാങ്ങിച്ച് ഫൺ ഡ്രൈവ് മാത്രം പോകാമെന്നുള്ള പ്ലാനിൽ അങ്ങനെ ആക്കി. ആ ബൊലേറോ കൊണ്ടാണ് ഞങ്ങൾ പോണേ. അങ്ങനെ അത് കഴിഞ്ഞ് അവിടെ ഇരുന്ന് കരഞ്ഞു. എന്നിട്ട് ഞങ്ങൾ റൂമിൽ പോയി കുറേ നേരം അവിടെ ഇരുന്ന് കരഞ്ഞു. അടുത്ത ദിവസം ഞങ്ങൾ തിരിച്ചു പോന്നു. ട്രാക്കിലേക്ക് ഒന്നുകൂടി കാണാൻ പോയിട്ട് പിന്നെ അത് കഴിഞ്ഞ് സാം പൊട്ടിക്കൊണ്ടേയിരിക്കുക. പുതിയ കോ ഡ്രൈവർ വെച്ച് അവനൊരു ഐഡിയ ഇല്ലാത്തൊരു കോ ഡ്രൈവറായിരുന്നു. ഒരുപാട് സ്റ്റേജുകൾ സാം ഫിനിഷ് ചെയ്തില്ല. പിന്നെ അങ്ങനെ ഞങ്ങൾ 2018 RSCയോടുകൂടി ഞങ്ങൾ നിർത്തി പോന്നു. തിരിച്ചു വന്നപ്പോൾ എനിക്ക് ഇതിലേക്ക് തിരിച്ചിറങ്ങണം എന്നായി. എനിക്ക് സാമിനൊരു മറുപടി കൊടുക്കണമെന്ന്. പക്ഷേ സാമായിരുന്നു എൻ്റെ സത്യം പറഞ്ഞാൽ എനിക്ക് എന്നെ ഇതിലേക്ക് കൊണ്ടുവന്നതും കോമ്പറ്റീഷനിലേക്ക് നന്നാക്കി കൊണ്ടുവന്നതും അതുപോലെ എന്നെ അടിച്ചിട്ടുന്ന സാമായിരുന്നു. സാമിനോട് എനിക്ക് അതുപോലെ റെസ്പെക്റ്റ് ഉണ്ട്. കാരണം ഒരുപാട് സാധനങ്ങൾ ഞാൻ സാമിൻ്റെ അടുത്ത് പഠിച്ചിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ
സാമിൻ്റെ ഡ്രൈവിംഗ് സ്കില്ലൊക്കെ ഭയങ്കര. ചില ഒബ്സ്റ്റക്കിൾസ് ഒക്കെ ഓടിക്കാൻ സാമിൻ്റെ അത്രയും സ്കിൽഡ് ഡ്രൈവേഴ്സ് ഇന്നുമില്ല. അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് ഞാൻ പുള്ളിയുടെ കൂടെ കയറിയത്. പിന്നെ പുള്ളി അങ്ങനെ ആരോ പറഞ്ഞ് കേട്ടു, പുള്ളി എന്തോ ഒരു ഇൻഫ്ലുവൻസിൽ പുള്ളി എന്നെ ഒഴിവാക്കി. ഞാൻ തിരിച്ചു വന്ന് എൻ്റെ ബൊലേറോ കൊടുത്തിട്ട് ഞാനൊരു ജീപ്പ് വാങ്ങിച്ചു, CJ500. അത് എനിക്കറിയായിരുന്നു, അത് എന്തായാലും എന്തൊക്കെ ചെയ്യണമെന്ന് ഞാൻ പഠിച്ചു വെച്ചായിരുന്നു. ഞാൻ കോമ്പറ്റീഷൻ പ്ലാൻ ഡ്രോപ്പ് ചെയ്ത് നിൽക്കായിരുന്നു. അതിൽ ഈ ബൊലേറോയിൽ വാങ്ങിച്ചു വെച്ചിരുന്ന നല്ല സാധനങ്ങളെല്ലാം ബൊലേറോ വിൽക്കാൻ നേരത്തെ അതെല്ലാം ഊരി അതെല്ലാം ഇതിനകത്ത് കയറ്റി ഫസ്റ്റ് ഭൂതത്താൻകെട്ട് തന്നെ പോയി ഓടിച്ചു. ഭൂതത്താൻകെട്ട് ഇവൻ്റ് 2019 ലാസ്റ്റ് ഭൂതത്താൻകെട്ട് ഇവൻ്റ് ഞാൻ പോയി ഓടിക്കുമ്പം ആ ഇവൻറ്റിൽ അവരെന്നെ DNF ആക്കി. എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സ്റ്റേജ് ഞാനും അന്ന് എൻ്റെ കോ ഡ്രൈവർ രാജീവനും തന്നെയായിരുന്നു. ഞങ്ങൾ ഫിനിഷ് ചെയ്യാൻ പോണ സമയത്ത് ഫിനിഷ് ലൈനിൽ പോയി വണ്ടി മറിഞ്ഞു. അപ്പോൾ ഫിനിഷ് ലൈൻ കഴിഞ്ഞിട്ട് ഫിനിഷ് ലൈനിൽ ഫ്രണ്ട് ആക്സിൽ കടന്നു കഴിഞ്ഞാൽ ടൈമർ ക്ലോസ് ചെയ്യണമെന്ന്. അപ്പോൾ MA കോളേജിൽ കുറേ പിള്ളേരായിരുന്നു അന്ന് ഒഫീഷ്യൽസ്. ഈ പിള്ളേർക്ക് അറിയില്ലായിരുന്നു എന്താ ചെയ്യേണ്ടത്. ഞാൻ അങ്ങനെ ഫിനിഷ് ബോക്സിലേക്ക് വരുന്നത് ഇങ്ങനെ ചെരിഞ്ഞ് വന്ന് അങ്ങ് മറിഞ്ഞു. അന്ന് ഫാസ്റ്റസ്റ്റ് ടൈം എൻ്റേതായിരുന്നു ആ സ്റ്റേജിൽ. അപ്പം ഈ പിള്ളേർ ടൈമർ ക്ലോസ് ചെയ്തു. എൻ്റെ ഫ്രണ്ട് വീല് ക്രോസ് ചെയ്തപ്പോൾ ടൈമർ ക്ലോസ് ചെയ്ത് ബെസ്റ്റ് ടൈം ഇവരിങ്ങനെ എഴുതാൻ നിൽക്കുമ്പോൾ ഓഫീസിൽ ഒരാൾ എൻ്റെ കൂടെ ആദ്യം ഈ ഭൂതത്താൻകെട്ട് നടത്താനുണ്ടായിരുന്ന പുള്ളി എന്നോട് അവിടെ വന്ന് പറഞ്ഞു, ആ ടൈം നോട്ട് ചെയ്യണ്ടെന്ന് പറഞ്ഞു ആ പിള്ളേരോട്. ഈ പിള്ളേർ ഈ ടൈം നേരെ ടൈമർ കാർഡിൻ്റെ അവർ ടൈം ചാർട്ടിൻ്റെ ബാക്കിൽ എഴുതി. ഫാസ്റ്റസ്റ്റ് ടൈം ഞാനായിരുന്നു ആ സ്റ്റേജിൽ. എന്നെ അവിടെ DNF ആക്കി അവർ. അങ്ങനെ ഭൂതത്താൻകെട്ട് ഒരിക്കൽ പോലും അടിക്കാൻ പറ്റിയിട്ടില്ല എനിക്ക്. ഭൂതത്താൻകെട്ട് പലതവണ ഓടിച്ചിട്ടും. പിന്നെ എനിക്കതൊരു വാശിയായി. പിന്നെ ഞാൻ ആ വണ്ടി, എനിക്ക് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളെല്ലാം ഞാൻ ആ വണ്ടിയിൽ ചെയ്തു. ഞാൻ എല്ലാ ഇവൻറ്റും പോയി ഓടിക്കാൻ തുടങ്ങി. അവിടെ നിന്ന് അങ്ങോട്ട് ആ വണ്ടി പണിത് ഓടിച്ചിട്ട് ഞാൻ എവിടെയും തോറ്റിട്ടില്ല എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിങ് ഫ്രം 2019 ലാസ്റ്റിൽ ഒരു കേരള അഡ്വഞ്ചർ ട്രോഫി വന്നു. അന്ന് എന്നെ ആരും നോട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. കേരള അഡ്വഞ്ചർ ട്രോഫി ഞാൻ വിൻ ചെയ്തു. ഏറ്റവും കൂടുതൽ പ്രൈസ് മണിയുള്ള ഫസ്റ്റ് ഇവൻ്റ് ആയിരുന്നു അത്. 50,000 രൂപയായിരുന്നു ഒരു കാറ്റഗറിയിൽ പ്രൈസ് മണി. 2019 കേരള അഡ്വഞ്ചർ ട്രോഫി അന്ന് എനിക്ക് കോമ്പറ്റേറ്ററായിട്ട് ചേതൻ ചെങ്കപ്പ് ഉണ്ടായി. ചേതൻ ചെങ്കപ്പ് വാസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഡ്രൈവേഴ്സ്, ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് കോ ഡ്രൈവറും. ചെങ്കപ്പനെയാണ് ഞാൻ ബീറ്റ് ചെയ്യണത്. അപ്പോൾ ഞാൻ എൻ്റെ കോൺഫിഡൻസ് ലെവൽ ബൂസ്റ്റഡായി. എനിക്ക് അന്നൊരു ടീം ഫോംഡായി. പിന്നെ അവിടുന്ന് എൻ്റെ കൂടെ എൻ്റെ കോ ഡ്രൈവർ രാജീവ് വന്നു. അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ ഞങ്ങൾ തോറ്റിട്ടില്ല. വളരെ റെയർ എവിടെയെങ്കിലുമൊക്കെ വണ്ടിക്ക് വല്ലതും പറ്റിയ തോക്കുക എന്നല്ലാതെ. 2018 മുതൽ പിന്നെ ഞങ്ങൾ ചെറുപുറം എല്ലാ ഇവൻറ്റുകളും ഓടിച്ച് 2019 എനിക്ക് സ്പോൺസർ വന്നു പറഞ്ഞാൽ KTM ജീപ്പേഴ്സിലെ ഷെമീക്ക. ഞാൻ സാമിൻ്റെ വണ്ടിയൊക്കെ കൊണ്ടു കിടക്കുന്നുണ്ട്. പുള്ളി എന്നോട് പറഞ്ഞു, നീ എന്താടാ എൻ്റെ വണ്ടി നോക്കാത്തത്, എൻ്റെതും ഇതുപോലെ നന്നാക്കി തടാന്ന് പറഞ്ഞു. ഞാൻ പുള്ളിയുടെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യായിരുന്നു ഒരു കാലത്ത്. പണിയുടെ കാര്യങ്ങളൊക്കെ ഞാൻ പഞ്ചാബിൽ വിളിച്ച് ഞാനാണ് കോർഡിനേറ്റ് ചെയ്യുക. അപ്പോൾ ഷെമീക്കയുടെ വണ്ടിയും കോർഡിനേറ്റ് ചെയ്യാൻ തുടങ്ങി. പുള്ളി എന്നോട് ഒരു കോട്ടയത്ത് ഒരു ഇവൻറ്റിൽ ഞാൻ എൻ്റെ ജീപ്പും കൊണ്ട് പോയപ്പം എൻ്റെ ജീപ്പ് ഞാനൊരു മിസ്റ്റേക്ക് അന്ന് കാണിച്ചു. ഒരു അപ്ഗ്രേഡ് പോലെ ചെയ്തത്, പക്ഷേ അത് വലിയൊരു മിസ്റ്റേക്കായിരുന്നു. വണ്ടി ലൈറ്ററാക്കാൻ വേണ്ടി വീല് ചെറുതാക്കി അത് വണ്ടിയുടെ ഉള്ളിൽ കൊണ്ടേ ഉടക്കി ആ സ്റ്റേജ് ഞാൻ ഇവൻ്റ് ചെയ്യാൻ തോൽക്കുകയാണ് ആ ഡീസൽ ക്ലാസ്. അപ്പോൾ പുള്ളി എന്നോട്, എനിക്കത് വിഷമമായി. കോട്ടയം വരെ വണ്ടി ഓടിച്ച് പോയിട്ട് ഓടിക്കാൻ പറ്റില്ല. പുള്ളിയുടെ വണ്ടി പഞ്ചാബിൽ നിന്ന് പണിത് കഴിഞ്ഞ് വന്ന് പുള്ളി ആദ്യം ഓടിക്കാൻ, പുള്ളിക്ക് കോ ഡ്രൈവറല്ല ഇരിക്കാൻ, ഞാൻ പുള്ളിയുടെ കൂടെ ഇരുന്നു. വണ്ടിയുടെ പൊട്ടൻഷ്യൽ എന്താണെന്ന് ഞാൻ മനസ്സിലാക്കി. വണ്ടിക്ക് കുറേ കംപ്ലയിൻസ് ഉണ്ടായിരുന്നു പുള്ളിയുടെ വണ്ടിക്ക്. ആ ഇവൻറ്റ് കഴിഞ്ഞിട്ട് അതിലൊരു ഓപ്പൺ ക്ലാസ് വന്നപ്പോൾ ഞാൻ പുള്ളിനോട് ചോദിച്ചു, എനിക്ക് വണ്ടി ഒന്ന് ഓടിക്കാൻ തരുമോ? അതിനെന്തോടോ താനും ഓടിച്ചോ എന്ന് പറഞ്ഞു. എനിക്ക് തന്ന് ആ ഇവൻറ്റിലെ ഫാസ്റ്റസ്റ്റ് ടൈമിങ് ഞാൻ അടിച്ചു ആ വണ്ടിയും കൊണ്ട്. ആ വണ്ടിയിൽ അന്ന് ഫിഡിൽ ബ്രേക്ക് ഉണ്ടായിരുന്നു. അന്ന് ആദ്യമായിട്ടാണ് ആളുകൾ ഫിഡിൽ ബ്രേക്ക് കാണുന്നത്. ആ ഫിഡിൽ ബ്രേക്ക് ഞാൻ ഉപയോഗിച്ച് ഒരു ടേൺ പോലും റിവേഴ്സ് എടുക്കാതെ ഞാൻ എല്ലാം ഫിനിഷ് ചെയ്തു. എല്ലാ ടേണിലും എല്ലാവർക്കും റിവേഴ്സ് വരുന്നു. ഭയങ്കര സ്ലിപ്പറി ആയിരുന്നു ഈ വണ്ടി. അതുപോലെ ഞാൻ ഒരു ചിത്രം വരയ്ക്കണ പോലെ ഞാൻ അത് ട്രാക്ക് വരച്ചിട്ട് പോകുന്നു. ഫാസ്റ്റസ്റ്റ് ടൈമിങ് ഞാൻ അടിച്ചു. പലരും എൻ്റെ ടൈമിങ് ബീറ്റ് ചെയ്യാൻ വേണ്ടി ഓടിച്ചു നോക്കി, കിട്ടിയില്ല. അങ്ങനെ പുള്ളി അത് കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു, താൻ നന്നായിട്ട് ഓടിക്കേണ്ടത്, എനിക്ക് ഞാനൊരു വണ്ടി ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ് പുള്ളിയുടെ പ്ലാനിലാണ്, പുള്ളി സ്പോൺസർ ചെയ്ത് വണ്ടി ഉണ്ടാക്കി തന്നുകൊണ്ടാണ് ഞാൻ ഈ RFC ഒക്കെ ഓടിച്ചതും അത് ജയിച്ചതും. പുള്ളി ആ വണ്ടി ഉണ്ടാക്കി തന്നു. നല്ല അത്യാവശ്യം എനിക്ക് വേണ്ട സ്പെക്കെല്ലാം, എനിക്ക് പെട്രോൾ വേണ്ട, ഡീസൽ മതി എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ ഓട്ടോമാറ്റിക് മതി, എപ്പോഴെങ്കിലും എനിക്ക് ഓടിക്കാമല്ലോ എന്ന് പറഞ്ഞ് പുള്ളി ഫോർച്യൂണർ ഓട്ടോമാറ്റിക് തീരുമാനിച്ചു. പക്ഷെ അതൊരു ചതിയായിരുന്നു. അത് പുള്ളിയല്ല, അവിടുന്ന് പഞ്ചാബിൽ നിന്ന് സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ നല്ല സാധനങ്ങളൊക്കെ എടുക്കാം. അപ്പോൾ വയറിങ്ങിലൊക്കെ കുറേ പ്രശ്നം ഉണ്ടായി. ആ വയറിങ് ഇഷ്യൂസൊക്കെ വെച്ചിട്ടാണ് ഞങ്ങൾ സ്റ്റാർട്ടിങ് 2021 മുതൽ ഞങ്ങൾ RFC ഓടിക്കുന്നത്. ഈ 2021 RFC ഓടിക്കാൻ തന്നെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ 2020 കേരള അഡ്വഞ്ചർ ട്രോഫി പിന്നെയും നടന്നു, രണ്ടാമത്തെ കേരള അഡ്വഞ്ചർ ട്രോഫി. അതിൽ വിന്നിങ് പ്രൈസ് എന്ന് പറഞ്ഞാൽ RFCക്കുള്ള എൻട്രി ആയിരുന്നു. 1.5 ലക്ഷം രൂപയാണ് RFCയിലെ എൻട്രി. ആ 1.5 ലക്ഷം രൂപയായിരുന്നു അവരുടെ പ്രൈസ് മണി. RFCക്ക് എൻട്രി ഫ്രീ. അങ്ങനെ 2021 RFCയിൽ ഇവിടുന്ന് ഒരു എൻട്രി എടുത്തിട്ടാണ് ഞങ്ങൾ പോകുന്നത്, ഫ്രീ എൻട്രി. ഒരേ ഒരു ടീമാണ് ഫ്രീ എൻട്രി ആയിട്ട് പോയത്. ഫസ്റ്റ് ഇയറിൽ തന്നെ ഞങ്ങൾ ടോപ്പ് 3 അതായത് ഡേ 3 ഞങ്ങൾ വിന്നറായി. ഡേ 4 അതായത് RFC എന്ന് പറഞ്ഞാൽ എപ്പോഴും ഭയങ്കര ചലഞ്ചിങ് ഗെയിമാണ്. നമ്മൾ അതുപോലെ പ്രിപ്പയർഡ് ആയിട്ട് പോകണം. നമ്മൾ ഡേ 1 4 സ്റ്റേജ് ഓടിച്ചു. ഈ 4 സ്റ്റേജിൽ ആരാണോ ടോപ്പിൽ നിൽക്കുന്നത്, 40 പേരുണ്ടെങ്കിൽ ഈ 40 പേരിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ആരാണോ അവനാണ് അടുത്ത ദിവസത്തെ ഏറ്റവും ടഫസ്റ്റ് സ്റ്റേജ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പം നമുക്ക് ജയിക്കാനുള്ള ചാൻസസ്
നമുക്ക് ജയിച്ച് നിൽക്കാനുള്ള ചാൻസസ് പിന്നിലേക്ക് കൊണ്ടുവരും. അതാണ് RFC. അപ്പോൾ RFC ജയിക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. ഒരിക്കലും ഒരാൾക്ക് ഡേ 1 മുതൽ ഡേ 7 വരെ ജയിച്ച് നിൽക്കാൻ കഴിയില്ല, ടോപ്പിൽ നിൽക്കാൻ കഴിയില്ല, ഭയങ്കര പാടാണ്. അപ്പോൾ ഡേ 1 ജയിച്ച് നിൽക്കണവൻ അടുത്ത ദിവസം ടഫ് സ്റ്റേജ് സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ആ ടഫ് സ്റ്റേജിൽ ഏറ്റവും ക്രിട്ടിക്കൽ പോയിന്റ്സ് എല്ലാം അവൻ കവർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളവർക്ക് എളുപ്പമായി. അങ്ങനെ ഡേ 3 ഞങ്ങൾ ടോപ്പിലെത്തി. ഡേ 1, ഡേ 2 റിസൾട്ട് വന്ന് ഡേ 3 നോക്കിയപ്പോൾ ഞങ്ങൾ ടോപ്പിൽ. ഡേ 3 സ്റ്റേജ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഞങ്ങളായി. പക്ഷേ ഞങ്ങളുടെ ഭാഗ്യത്തിന് ആ ദിവസം മുഖ്യമന്ത്രി ആരോ വന്നിട്ട് ഇനോഗ്രേറ്റ് ചെയ്യുന്നുണ്ട്, ഫ്ലാഗ് ഓഫ് ചെയ്യേണ്ട ദിവസം. ആ സ്റ്റേജ് നേരെ ഉൾട്ടയാക്കി. അതായത് മിനിസ്റ്റർക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും പുറകിലുള്ളവരെ കൊണ്ട് ആദ്യം ഓടിപ്പിച്ചു. ഒരു സ്പീഡ് സ്റ്റേജ് ആയിരുന്നു. അപ്പോൾ ആ സ്പീഡ് സ്റ്റേജിൽ നമുക്കിട്ട് അഡ്വാൻറ്റേജ് കിട്ടൂല. അപ്പോൾ ആദ്യം ഓടിപ്പിച്ച് തുടങ്ങി. അങ്ങനെ ആദ്യം ഒരു 27 എൻട്രിയാണ് മൊത്തമുള്ളത്. കോവിഡ് കഴിഞ്ഞ ഉടനെ അല്ലേ. അപ്പോൾ 27 എൻട്രിയിൽ 27ാമത്തെ ആൾ ആദ്യം ഓടിച്ചു. അങ്ങനെ വന്ന ഒരു 16-17 പേരൊക്കെ ആയപ്പോൾ പിന്നെ ഓർഡർ തെറ്റി. മന്ത്രി ഫ്ലാഗ് ഓഫ് ഒക്കെ കഴിഞ്ഞ് പോയില്ലോ. പിന്നെ ആരാണോ ലൈനപ്പിൽ അവർ ഓടിക്കാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങളൊരു 19ാമതോ 20ാമതോ കണ്ടിട്ട്, ഞാൻ ലാസ്റ്റാണ് ഇറങ്ങേണ്ടത്, 20ാമതോ കണ്ടിട്ട് ഞാൻ ഇറങ്ങി. അപ്പോൾ എല്ലാവരുടെയും ടൈമിങ് 2 മിനിറ്റൊക്കെ പിടിക്കുമ്പോൾ എന്നോട് പറഞ്ഞു. അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ സപ്പോർട്ട് ചെയ്യുന്ന വിബി ഉണ്ട്. വിബി ഞാൻ ഒരുമിച്ച് എൻ്റെ ജീപ്പൊക്കെ ബിൽഡ് ചെയ്യുന്നത്, കൊളോസസ് ഒക്കെ ബിൽഡ് ചെയ്യുന്ന പുള്ളിയാണ്. ആൾ പറഞ്ഞു നീ ഇത് 1.25 മിനിറ്റിൽ ഇത് അടിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ശ്രമിക്കാമെന്ന് പറഞ്ഞു. അതായത് ആരും ആ ടൈമിൽ എത്തുന്നില്ല. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോയി താഴെ ഒരു ടേണൊക്കെ എടുക്കാനുണ്ട്, ഫിഡിൽ ബ്രേക്കൊക്കെ അടിച്ച് അതൊക്കെ ഭയങ്കര ഫാസ്റ്റായിട്ട് എടുത്ത് ഞാൻ 1.25 ഉള്ളിൽ ഫിനിഷ് ചെയ്യുമായിരുന്നു. തിരിച്ച് കയറി വരുമ്പോൾ ഏതാണ്ട് ഫിനിഷ് പോയിൻ്റ് ഒരു 20 മീറ്റർ മുമ്പിൽ വണ്ടി ലിമ്പോടിപ്പോയി. ഈ ഒരു എറർ ഉണ്ടായിരുന്നു വണ്ടിയിൽ. ആ എറർ ആദ്യമായിട്ട് കാണിക്കുന്നത് ആ ട്രാക്കിലാണ്. അതിന് മുമ്പത്തെ ദിവസങ്ങളിലൊന്നും ഉണ്ടായില്ല. അതിന് മുമ്പത്തൊക്കെ റിവേഴ്സ് ഗിയറിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് ഫോർവേഡ് ഓടിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ഗിയറിൽ അങ്ങനെ ആദ്യമായിട്ട് വണ്ടി വന്നു, അങ്ങനെ ഇഷ്യൂ വന്നു. അങ്ങനെ ഈ പറഞ്ഞ ഡേയിൽ തന്നെ ഞങ്ങളുടെ താഴത്തേക്ക് പോയി. പിന്നെ ഞങ്ങൾക്ക് ലീഡ് ചെയ്യാൻ കഴിഞ്ഞില്ല. ഞങ്ങൾക്കാണെങ്കിൽ ഇവൻ്റ് പഠിച്ചു വരുന്നേ ഉള്ളൂ. അങ്ങനെ ഒരുപാട് പെനാൽറ്റിയൊക്കെ വാങ്ങി ഞങ്ങൾ ഓവറോൾ 3rd ഫിനിഷ് ചെയ്തു. ഞങ്ങളുടെ ഫസ്റ്റ് RFC ഞങ്ങൾ ഓവറോൾ 3rd ഫിനിഷ് ചെയ്തു. പിന്നെ അപ്പം ഞങ്ങൾ ഒരു നോട്ടഡ് കോ ഡ്രൈവർ വണ്ടി ടീമായി. പിന്നെ ഞങ്ങൾക്ക് 2022 മുതൽ ഓടിക്കലായിരുന്നു ഞങ്ങളുടെ പ്ലാന്. അങ്ങനെ എല്ലാ വർഷവും പോയി ഓടിച്ചു. 2022 വണ്ടി ഫുള്ളായിട്ട് കേടുവന്ന് 4 ദിവസം ഞങ്ങൾ ലീഡിൽ നിന്നു. ഡേ 1 to ഡേ 4 ഞങ്ങളുടെ പോയിന്റ് ആർക്കും തൊടാൻ പറ്റില്ല. 200-300 പോയിന്റ് ലീഡിൽ നിന്നു. പക്ഷേ ഡേ 4 വണ്ടി ഓഫായി തിരിച്ചു പോന്നു. 2023 പേടിച്ച് പോയി ഹിറ്റ് ചെയ്തു. പിന്നെ സെക്കൻഡ് റണ്ണറപ്പായി. പിന്നെ 2024 ജയിച്ചാലും തോറ്റാലും കുഴപ്പമില്ല എന്നുള്ള മൂഡിൽ പോയതാണ്. ഞങ്ങൾ കട്ടയ്ക്ക് ഒരു ടീമായിരുന്നു, കൂടെ അതുപോലെ നിന്നു. ഞങ്ങൾ ടൈറ്റിൽ അടിച്ചിട്ട് പോകുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ RFCയുടെ ഒരു ടാഗ് കിട്ടാൻ വേണ്ടി മാത്രം എക്സ്പെക്ട് ചെയ്തിട്ടുള്ള ഒരാൾ ഫൈനലി ഒരു വിന്നറായിട്ട് നിൽക്കുമ്പോൾ ശരിക്കും ആ ഒരു സ്റ്റേജിൽ ആ മൂമെൻറ്റിൽ നമ്മളിപ്പോൾ ഇത്രയും വർഷം അതിന് വേണ്ടിയിട്ട് ഒരു ഡിസിപ്ലിൻ ക്രിയേറ്റ് ചെയ്തു, അല്ലെങ്കിൽ കറക്റ്റായിട്ട് ഒരുപാട് കാര്യങ്ങൾ അതിനു വേണ്ടി ഭയങ്കര റൂട്ട് മാപ്പ് ഉണ്ടാക്കി ഫൈനലി എത്തുമ്പോൾ വിന്നറാവണം. അതിനുവേണ്ടി ഒരുപാട് ഫെയിലിയേഴ്സ് ഫേസ് ചെയ്തു. അപ്പോഴൊന്നും ഡിസപ്പോയിൻറ്റഡ് ആവാതെ കറക്റ്റ് ഡിസിപ്ലിൻ ക്രിയേറ്റ് ചെയ്ത് കറക്റ്റ് ട്രാക്കിലൂടെ ഒരു ഫൈനൽ റിസൾട്ടിൽ എത്തിച്ചു. അന്നേരം തോന്നിയിട്ടുള്ളത് എന്താ ശരിക്കും? ഡിസിപ്ലിൻ ക്രിയേറ്റ് ചെയ്യാന്ന് പറയുമ്പോഴേ ഞാൻ അങ്ങനെ ഒരു ഡിസിപ്ലിൻ ഉള്ള ആളല്ലായിരുന്നു ഈ ഒരു കാര്യത്തിൽ. ഒരുപാട് എറേഴ്സ് സാധാരണക്കാരെ പോലെ തന്നെ എല്ലാവരും പോലെ ഞാൻ ഒരുപാട് മിസ്റ്റേക്കുകൾ കാണിക്കായിരുന്നു. ട്രാക്കിൽ മിസ്റ്റേക്ക് കാണിക്കുമ്പോൾ എനിക്ക് ഈ ഇത്രയും കൊല്ലം കൊണ്ട് ഞാനൊരു ടീമിനെ ബിൽഡ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഈ ടീം എന്നെ ഓരോ ഇവൻറ്റിലും അതുപോലെ സപ്പോർട്ട് ചെയ്യും. അതായത് എൻ്റെ വണ്ടിക്ക് എന്തെങ്കിലും പറ്റിയാലോ മെൻ്റലി ഞാൻ ഡൗൺ ആയാലോ ഇവന്മാർ എന്നെ വന്ന് ബൂസ്റ്റ് ചെയ്യും. അപ്പം എന്തെങ്കിലും എറർ ചിലപ്പോൾ ഞാൻ വെറുതെ ആളുകളോട് കോർക്കാൻ പോകും, അലമ്പുണ്ടാക്കാൻ പോകും. അതായത് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് അവർ കാണിക്കും, ഞാൻ ന്യായം പറയാൻ പോകുമ്പോൾ അവരതിനെ കൗണ്ടർ ചെയ്യും. പിന്നെ എൻ്റെ വോയിസ് കയറും. അങ്ങനെ ഒരുപാട് പേരോട് ഞാൻ പ്രശ്നം ഉണ്ടാക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ ഇവരൊക്കെ അപ്പോൾ അതിൽ നിന്നൊക്കെ മെല്ലെ എന്നെ ഒഴിവാക്കി കൊണ്ടുവരും. ഈ ഡിസിപ്ലിൻ എനിക്ക് കൊണ്ടുവന്നത് എൻ്റെ ടീമാണ്. സത്യം പറഞ്ഞാൽ ഞാനിങ്ങനെ എന്നെ ഒരു വാശിക്കാരനാക്കിയതും എനിക്കിതിൽ ജയിക്കണം എന്നുള്ള വാശി ഇവരാണ് സത്യം പറഞ്ഞാൽ എന്നെ ത്രെഡ് ചെയ്ത് കയറ്റി വെച്ചത്. പിന്നെ അവസാനം വെച്ച് പഠിച്ചു. അതായത് കുറേ അഗ്രസീവായിട്ടൊന്നൊരു കാര്യമില്ല. അത് ഞാൻ തുടക്കത്തിലേ പഠിച്ചതാണ്. അതായത് 5 കൊല്ലം പൊട്ടിയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായത് അതാ. നല്ല വണ്ടി, ലൈറ്റ് വെയിറ്റ് വണ്ടിയാവുക, ഓവർ അഗ്രസീവായിട്ട് ഓടിക്കാതിരിക്കുക, കാം ആൻഡ് കമ്പോസ്ഡ് ആയിട്ട് സ്റ്റേജ് നന്നായിട്ട് പഠിക്കുക. അങ്ങനെയൊക്കെയാണ് ഞാൻ ഈ ഫിനിഷിലേക്ക് എത്തുന്നത്. സത്യം പറഞ്ഞാൽ ഇന്നും പ്രിപ്പറേഷൻ ഇല്ലാതെയാണ് മലയാളികൾ. ഫസ്റ്റ് മലയാളി അതായത് RFC 2024 ജയിക്കുമ്പോൾ കേരളത്തിൽ നിന്നുള്ള ഫസ്റ്റ് ടീമാണ് ഞങ്ങളത് ജയിക്കുന്നത്. RFC ടൈറ്റിൽ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നത്. അതിന് മുമ്പ് പലരും പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ജയിച്ചിട്ടുണ്ടാവും, ഒരു കാറ്റഗറിയൊക്കെ ജയിച്ചിട്ടുണ്ടാവും. കാരണം നമ്മൾ ഏറ്റവും ഒരു ഇല്ലാത്ത കാറ്റഗറിയിൽ ഒരു വണ്ടിയും കൊണ്ട് പോയി കഴിഞ്ഞാൽ ഓവറോൾ ടൈറ്റിൽ നമ്മൾ എവിടെയെങ്കിലും അടിച്ചിട്ട് വരും. അതായത് ഓവറോളല്ല, കാറ്റഗറിയിൽ ജയിച്ചിട്ട് വരാം. പക്ഷേ ഓവറോൾ ടൈറ്റിൽ അടിക്കാൻ ആരെക്കൊണ്ടും പറ്റിയിട്ടില്ല. അത് ഞങ്ങൾ അടിക്കാനുള്ള കാരണം ഞങ്ങൾ വണ്ടി പ്രിപ്പയർ ചെയ്ത് പോയി. ഓരോ വർഷം ഞങ്ങളുടെ വണ്ടിയുടെ മിസ്റ്റേക്കുകൾ ഞങ്ങൾ അനലൈസ് ചെയ്തു. സ്റ്റാർട്ടിങ് ഇയേഴ്സിൽ ഈ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സിൽ വയറിംഗ് ആയിരുന്നു പ്രശ്നം എന്നുള്ളത് ഡയഗ്നോസ് ചെയ്തപ്പോഴും മാറ്റാൻ ഞങ്ങൾക്ക് വകുപ്പുണ്ടായിരുന്നില്ല. കാരണം അന്ന് അതിന് 3.5 ലക്ഷം രൂപയായിരുന്നു വില. അത്
എൻ്റെ സ്പോൺസറെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യിക്കാൻ എനിക്കൊരു മടിയായിരുന്നു. ഞാൻ പുള്ളിനോട് പറയും, പക്ഷേ പുള്ളി എന്നോട് താല്പര്യം കാണിക്കില്ല. പുള്ളി അങ്ങനെ ആലോചിക്കും ഇത്രയും ചിലവാക്കണല്ലോ. അങ്ങനെ 2 വർഷം ഞങ്ങൾ ഓട്ടോമാറ്റിക്കലി പോയിട്ട് പണി വാങ്ങിച്ചു. 3-ാമത്തെ വർഷം ഞങ്ങൾ വണ്ടിനെ മാനുവലാക്കിയിട്ട് സത്യം പറഞ്ഞാൽ ആ വർഷം ഞങ്ങൾക്ക് സുഖമായിട്ട് ജയിക്കായിരുന്നു. ആ വർഷം സത്യം ഒക്കെ മുഴുവൻ എൻ്റെ മിസ്റ്റേക്ക് കാരണമാണ് 2023 ഞങ്ങൾ തോറ്റതല്ല, സെക്കൻഡ് റണ്ണറപ്പ് ആയത്. സുഖമായിട്ട് ഞങ്ങൾക്ക് ജയിക്കായിരുന്നു. എനിക്ക് പേടിയായിരുന്നു. അത് 2 വർഷത്തെ തോൽവികൾ എന്നെ ഭയങ്കരമായിട്ട് എനിക്ക് ഉള്ളിൽ എപ്പോഴും ഒരു പേടി വരുത്തി. പിന്നെ അത് മാത്രമല്ല, ഓവർ കോൺഫിഡൻ്റ് ആയിട്ട് ആ വർഷം ഞാൻ കൊണ്ടുവന്ന് വണ്ടി ഒരു സ്റ്റേജ് അതിൻ്റെ മുമ്പത്തെ 2 വർഷം ഞങ്ങൾ മാത്രം ഫിനിഷ് ചെയ്തൊരു സ്റ്റേജ് ഉണ്ട്. ആരും ഫിനിഷ് ചെയ്യാതെ ഞങ്ങൾ ചെന്നിട്ട് ഞങ്ങൾ ടാക്ടിക്സ് ഇട്ടിട്ടാണ് ആ സ്റ്റേജ് ഫിനിഷ് ചെയ്യുക. ഞങ്ങൾ ഓടിയ പിന്നെ മാത്രമേ വേറെ ആരെങ്കിലും ആ സ്റ്റേജ് ഫിനിഷ് ചെയ്യുള്ളൂ. ആ സ്റ്റേജ് 3-ാമത്തെ വർഷം വന്നപ്പോൾ ഭയങ്കര ഓവർ കോൺഫിഡൻ്റ് ആയി. ഇതാണോ സ്റ്റേജ്, നമ്മൾ അടിക്കൂടാന്ന് പറഞ്ഞ് ഞാൻ ഭയങ്കരമായിട്ട് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു ആ സ്റ്റേജിനെ. എന്നിട്ട് ഓവർ സ്പീഡിൽ പോയി വണ്ടി കൊണ്ടുപോയി ഫസ്റ്റ് ഒബ്സ്റ്റക്കിളിന് മുന്നേ വണ്ടി അങ്ങ് മറിച്ചിട്ടു. പിന്നെ അവിടെ ഞങ്ങൾ റിക്കവർ ആയില്ല. ആ സ്റ്റേജ് DNF ആയി. അതായത് 2 വർഷം ചാമ്പ്യനായ സ്റ്റേജിൽ ആ വർഷം ഞങ്ങൾ DNF ആയി. അപ്പോൾ അതൊക്കെ എൻ്റെ മിസ്റ്റേക്കായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഞാൻ മെൻ്റലി ഡൗൺ ആയി. പിന്നെ ഓടുന്ന പ്ലാൻ ചെയ്തേയില്ല. ഒരു തരത്തിലാണ് ഞങ്ങൾ ആ സ്റ്റേജ് വരെ ഓടിച്ചത്. പിന്നെ കുറേ ബാക്കിയുള്ള കോമ്പറ്റീറ്റേഴ്സിൻ്റെ മെൻ്റൽ ഗെയിം അപ്പൊ ഉണ്ടാവുമല്ലോ. ഈ ശരിക്കും ഡൗൺ ആയ സ്റ്റേജിലൊക്കെ ഈ പറയുന്ന ടീമാണ് ശരിക്കും ഒരു ബാലൻസ് സപ്പോർട്ടായിട്ട് ഡിസിപ്ലിൻ ക്രിയേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ പിന്നീടും ഓവർകം ചെയ്ത് വരാനൊക്കെ സപ്പോർട്ടീവായിട്ട് കൂടെ നിന്നിട്ടുള്ളത്. ഒരു സംശയമില്ല. എൻ്റെ ടീമും എൻ്റെ സർവീസ് ക്രൂ ഞാൻ ഡൗൺ ആയപ്പോൾ ഞാൻ ആ വണ്ടിയിൽ ഇരുന്ന് ഉറങ്ങുക ചെയ്തു. എൻ്റെ വണ്ടി അവർ പുറത്തേക്ക് എടുത്തിട്ട് ട്രാക്കുന്ന. എനിക്ക് എന്താ ചെയ്യേണ്ടത്, കാരണം അതുവരെ ഞങ്ങൾ ലീഡ് ചെയ്ത് നിൽക്കുക. അവിടുന്ന് പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാതെ ഞാൻ വണ്ടിയിലിരുന്ന് വിഷമിച്ചിരുന്ന് ഞാൻ അങ്ങനെ ഉറങ്ങിപ്പോയി വണ്ടിയിരുന്ന് ഫുൾ മഴയത്ത്. പിന്നെ ഇവർ കുറേ കഴിഞ്ഞപ്പോൾ പറഞ്ഞു വണ്ടി ശരിയായി എടുത്തോ, അടുത്ത ട്രാക്കിലേക്ക് പോകാമെന്ന് പറഞ്ഞു. ഇവർ പണിത് നിന്ന് നന്നാക്കിയവർ. അവരെന്നെ കൊണ്ട് അടുത്ത ട്രാക്ക് ഓടിപ്പിച്ച് ഇടങ്ങുള്ളൂ എന്നുള്ള വാശിയിൽ സ്റ്റേജ് ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് ഇവരെല്ലാവരും കൂടി സാധനങ്ങളൊക്കെ എടുത്തു കൊണ്ടുവന്ന് വണ്ടി ഏതാണ്ട് എൻജിൻ സീസായ പോലെ നിന്നായിരുന്നു. എന്തോ ഭാഗ്യത്തിന് ആ വണ്ടി ഓടി. പിന്നെ അങ്ങനെ ഞങ്ങൾ ആ സ്റ്റേജുകൾ ഓടിച്ച് ഏറ്റവും ലാസ്റ്റ് ഡേ വരെ എനിക്ക് എൻ്റെ ആ മിസ്റ്റേക്കിൻ്റെ ഒരു കുറ്റബോധം ഉണ്ടായി. ഞാൻ തന്നെ എന്തൊക്കെയോ മിസ്റ്റേക്ക് കാണിച്ചു. എനിക്ക് കുറേ മെൻ്റൽ പ്രഷർ കുറേ ഉണ്ടായിരുന്നു ആ ഇവൻറ്റിൽ. പിന്നീട് അത് കഴിഞ്ഞിട്ട് അങ്ങനെ ഞാനായിട്ട് കൊളാക്കിയതാണ് ആ ഇവൻറ്റ്. സെക്കൻഡ് റണ്ണറപ്പ് ആവാൻ കാരണം 2023 RC ഞങ്ങൾ സുഖമായിട്ട് വിൻ ചെയ്യേണ്ട ഇവൻറ്റാണ്. അതിങ്ങനെ ആയിപ്പോന്നു. പിന്നെ 2024 ഞാൻ ഒരു തരത്തിലും ഒരു മെൻ്റൽ പ്രഷർ എടുത്തില്ല. കൂളായിട്ട് ട്രാക്ക് ഓടിക്കും. അതിന് ഇവരുണ്ടാവും എൻ്റെ കൂടെ. എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് പറ്റിയ സാറിൽ അടുത്തിൽ നേരാക്കാമെന്ന് പറയും. അങ്ങനെ അവർ സപ്പോർട്ട് ചെയ്യും. ഞാൻ പോയി ഓടിക്കും. തിരിച്ച് ഫിനിഷിൽ വരും. ഫിനിഷിൽ വന്നു കഴിഞ്ഞാൽ അതിന് മുമ്പത്തെ വർഷമൊക്കെ ഞാൻ ബാക്കിയുള്ള ഡ്രൈവേഴ്സ് എങ്ങനെയാണ് ഓടിക്കണം നോക്കി നിന്നായിരുന്നു. ഈ 2024 ഞങ്ങൾ തന്നെ ഞങ്ങൾക്കൊരു ഡിസിപ്ലിൻ കൊണ്ടുവന്നു. ഒരു സ്റ്റേജ് ഫിനിഷ് ചെയ്താൽ ബെസ്റ്റ് ടൈമാണെന്ന് നോക്കുക. ചെയ്യാൻ പറ്റുന്ന മാക്സിമം ചെയ്യും. അടുത്ത സ്റ്റേജിലേക്ക് പോകും, അത് ഓടിക്കും. അതിൻ്റെ അടുത്ത സ്റ്റേജിലേക്ക് പോകും. വണ്ടി കംപ്ലയിൻറ്റ് വന്നാൽ അവിടെ തന്നെ ഇട്ട് നന്നാക്കും. കാത്തു നിൽക്കൊന്നുമില്ല. എങ്ങനെയെങ്കിലുമൊക്കെ സാധനങ്ങൾ ഒപ്പിച്ച് ഞങ്ങൾ നന്നാക്കും. അടുത്ത സ്റ്റേജ് ഓടിക്കും. അങ്ങനെ എല്ലാ 4 സ്റ്റേജ് ഓടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ചെയ്യുക, അന്ന് രാത്രി മെക്കാനിക്കിന് ഈ വണ്ടി റിപ്പയർ ചെയ്യണം. നേരെ അവിടെയുള്ള തോടോ പുഴയോ ഇങ്ങോട്ട് കൊണ്ടുപോകും. ഞങ്ങൾ എല്ലാവരും കൂടി ഇന്ന് വണ്ടി വാഷ് ചെയ്യും. എല്ലാവരും കൂടും. എൻ്റെ ടീം മുഴുവൻ ഉണ്ടാവും. ചിലപ്പോൾ അവരെൻ്റെ ജാക്കറ്റോ വണ്ടിയുടെ ഉള്ളിൽ വിഞ്ച് ബ്ലാങ്കറ്റോ ഇതൊക്കെ എല്ലാ സാധനവും മുഴുവൻ ക്ലീൻ ചെയ്തിട്ടാണ് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് പോവുള്ളൂ. അവിടെ നിന്ന് മെക്കാനിക്കന്മാർക്ക് പണിയാനുള്ള സൗകര്യങ്ങൾ ഞങ്ങൾ ഇവിടുന്നേ ചെയ്യും. കാരണം വണ്ടിയിൽ ഫുള്ള് ചെളിയായിട്ടുണ്ടാവും. വണ്ടി വെള്ളത്തിൽ ഇറക്കിയിട്ട് കഴുകും. അങ്ങനെ എല്ലാ ദിവസവും ഈ ഡിസിപ്ലിൻ ഞങ്ങൾ ഫോളോ ചെയ്തു. സ്റ്റേജ് 4 ഫിനിഷ് ചെയ്യുക, വണ്ടി ക്ലീൻ ചെയ്യുക, മെക്കാനിക്കന്മാർക്ക് പണിയാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കുക. വൈകുന്നേരം ഒരു 6 മണി 7 മണിയാകുമ്പോൾ ഞങ്ങൾ താമസിക്കുന്ന അടുത്ത് എത്തിയിട്ടുണ്ടാവും. അവർ രാത്രി മുഴുവൻ നിന്ന് പണിയും. നന്നാക്കും. അടുത്ത ദിവസം പിന്നെയും പോയി ഹിറ്റ് ചെയ്യും. 2024 RFC സത്യം പറഞ്ഞാൽ ഒരു തരത്തിലും ഞങ്ങൾ ജയിക്കും എന്ന് വിചാരിച്ച് പോയതൊന്നുമല്ല. കാരണം ഇന്ത്യയിലത്തെ ഏറ്റവും ബെസ്റ്റ് കോ ഡ്രൈവർ കോമ്പിനേഷൻ വരികയാണ് ആ വർഷം. അതുവരെ ഇവർ രണ്ടുപേരും ജോയിൻ ചെയ്തിട്ടില്ല. കാരണം ഇന്ത്യയിലത്തെ ബെസ്റ്റ് കോ ഡ്രൈവർ എന്ന് പറഞ്ഞാൽ ഓൾറെഡി ചേതൻ ചെങ്കപ്പ നോട്ടഡായി. ചേതൻ ചെങ്കപ്പ ഒരു ഇവൻറ്റിന് ഇറങ്ങണം എന്നുണ്ടെങ്കിൽ കാശ് വാങ്ങിക്കും. അതായത് ഇതുപോലൊരു മോട്ടോർ സ്പോർട്ട് ഇവൻ്റ് ആരും കാശ് ആഗ്രഹിച്ച് വരുന്ന ആളുകളല്ല. അപ്പം ചേതൻ ചെങ്കപ്പ ഇസ് ഫിറ്റ് ഫോർ ദാറ്റ്. അവന് അങ്ങനെ അത്രയും ടെക്നിക്കലി സ്കിൽഡാണ്, ഫിസിക്കലി ഭയങ്കര ഫിറ്റാണ്. അതിന് മാത്രമുള്ള ആളുണ്ട്. അവൻ ആരുടെ കൂടെ ഇരുന്ന് അവർ ജയിക്കും. ഞാൻ പോയ പിന്നെയാണ് ചേതൻ തോറ്റു തുടങ്ങിയത്. ഞങ്ങൾ രണ്ടാമത് അടിച്ചു തുടങ്ങിയ പിന്നെ. അപ്പോൾ ചേതൻ ഏത് ഡ്രൈവറുടെ കൂടെ ഇരുന്നാൽ ജയിക്കും എന്നുള്ളൊരു കോമ്പിനേഷൻ വരും. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ മറ്റ് ഡ്രൈവേഴ്സിനൊന്നും എനിക്ക് പേടിയില്ല. പക്ഷേ ഈ ഉജ്ജൽ എന്ന് പറഞ്ഞ പുള്ളിനെ എനിക്ക് പേടിയാണ്. ഉജ്ജലിനെ ഞാൻ 2018 വരെ ഓടിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഒരു കില്ലർ ഡ്രൈവർ, അടിപൊളി ഡ്രൈവിംഗ്, ടെൻഷനോ പ്രഷറോ ഒന്നും പുള്ളിയുടെ മുഖത്ത് നമ്മൾ ഒരു കാലത്തും കാണില്ല. ഓടിച്ച് തഴക്കം വന്ന ഭയങ്കര സെറ്റിൽഡ് ഡ്രൈവർ. പ്രായമുള്ള സീനിയർ ഡ്രൈവേഴ്സിന് പോലും പുള്ളിനെ പോലെ കാമായിട്ടിരിക്കാൻ കഴിയില്ല. അത്ര അടിപൊളി ഡ്രൈവറാണ്. സ്റ്റേജിൽ പുള്ളിയുടെ പണി ചെയ്യും. കോ ഡ്രൈവർ ചെയ്യാനുള്ളത് ചെയ്താൽ പുള്ളി ജയിക്കും. അങ്ങനെയാണ്. അപ്പം ഞാൻ അതിനു മുമ്പ് 2021 ഓടിക്കുമ്പോൾ ഞാൻ പറയായിരുന്നു ഉജ്ജൽ ചേതൻ കോമ്പിനേഷൻ വന്നു കഴിഞ്ഞാൽ ഒരു കാലത്ത് ഒരാൾ അവരെ പിടിക്കില്ല. അങ്ങനെ ആ കോമ്പിനേഷനാണ് ഞങ്ങൾക്ക് എഗെയിൻസ്റ്റ് വരുന്നത്. അതായത് ചേതനെ ഉജ്ജൽ ഹയർ ചെയ്യാണ്. ചേതൻ JSW സർബ്ലോ എന്ന് പറഞ്ഞ ടീമിൻ്റെ വൺ ഓഫ് ദ ഡയറക്ടേഴ്സായി. കുറേ ഒരു വലിയ ആർമിക്ക് വേണ്ടി വണ്ടി സപ്ലൈ ചെയ്യുന്ന ഒരു കമ്പനിയുടെ ഒരു ഡയറക്ടറാണ്, ഒരു സ്റ്റേക്ക് ഹോൾഡറാണ്. അപ്പോൾ ഉജ്ജലിന് കമ്പനിയാണ് സ്പോൺസർ ചെയ്യണത്. അപ്പോൾ ഉജ്ജൽ
ഞങ്ങൾ 2024 RFC ഓടിക്കാൻ പ്ലാൻ ഇല്ലായിരുന്നു കേട്ടോ. വണ്ടി നന്നാക്കിയിട്ട് ഞങ്ങളുടെ വണ്ടി ശരിയാവാത്തതുകൊണ്ട് ഞങ്ങൾ പ്ലാൻ ഡ്രോപ്പ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോൾ ഉജ്ജൽ ചേതന ഹയർ ചെയ്യുകയാണ് കമ്പനിയുടെ ബേസിൽ. അപ്പം ആ ടീം ജയിക്കുമെന്ന് ഞങ്ങൾ ഉറപ്പിച്ചു. അപ്പോൾ ചേതൻ അത് കഴിഞ്ഞ് RFC തുടങ്ങുന്നതിൻ്റെ ഒരു മാസം മുന്നേ എന്നെ വിളിച്ചു. നീ ഇറങ്ങുന്നില്ലേ എന്ന് വെച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനില്ല. എന്ത് പറ്റിയെന്ന് വെച്ചു. വണ്ടി നന്നാക്കി കഴിഞ്ഞിട്ടില്ല, കാശില്ല, എൻട്രി സ്പോൺസർ ചെയ്യാൻ ആളില്ല. അപ്പോൾ അന്ന് എൻ്റെ സ്പോൺസർ ഷമീക്ക വേറെ കുറേ തിരക്കുകാരന് പുള്ളി ആ വർഷങ്ങളിൽ ഇറങ്ങണില്ല. ഒറ്റ വർഷം മാത്രമേ പുള്ളി ഞങ്ങളെ സപ്പോർട്ട് ചെയ്തുള്ളൂ. ഇത് ഇവൻ്റ് എൻട്രി വെച്ചിട്ട്. ബാക്കി വർഷങ്ങളൊക്കെ ഞങ്ങൾ ഒന്നില്ലെങ്കിൽ ഞങ്ങൾ കയ്യിൽ നിന്ന് കാശിട്ടു, ആദ്യത്തെ ഫ്രീ ആക്കി. പിന്നെ പുള്ളി വണ്ടി തന്നായിരുന്നു. വണ്ടി ഇല്ലെങ്കിൽ പുള്ളി തന്നിട്ടില്ലെങ്കിൽ ഞങ്ങൾ ഒരിക്കലും ഓടിക്കില്ല. അപ്പോൾ ഉജ്ജൽ എന്നെ വിളിച്ച് നീ ഇറങ്ങണില്ല വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇറങ്ങണില്ല, ഇന്ന കാരണം. അപ്പോൾ പറഞ്ഞു നീ ഇറങ്ങണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്ത് പറ്റിയെന്ന് വെച്ചു. എനിക്ക് കോമ്പറ്റീഷൻ ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ JSWയുടെ സ്പോൺസർഷിപ്പിലാണ് 2024 RFC ഞങ്ങൾ ഇറങ്ങണം. അപ്പോൾ ഞാൻ പറഞ്ഞു സ്പോൺസർഷിപ്പ് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഫുൾ കവർ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്തൊക്കെയാണ് നിനക്ക് വേണ്ടത്, ഇതിൻ്റെ എസ്റ്റിമേറ്റ് ആണ്. അപ്പോൾ ഞങ്ങൾ 10 പേരുടെ ചിലവും വണ്ടിയുടെ ചിലവും എല്ലാം വിട്ടുകൊടുത്ത് അപ്പോൾ പറഞ്ഞു ഇത്രയും സാങ്ഷൻ ചെയ്യാൻ പറ്റില്ല, ഞങ്ങൾ ഓൾറെഡി ഒരു 4 ഡ്രൈവേഴ്സിനെ ഹയർ ചെയ്തിട്ടുണ്ട്, അപ്പം നിന്നെയും കൂടി ഹയർ ചെയ്യുമ്പോൾ അതിൻ്റെ ബഡ്ജറ്റ് ഞങ്ങൾ പറയും, അതിന് പറ്റുമെങ്കിൽ ഇറങ്ങിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അവസാനം ഒരു എൻട്രിയും പിന്നെ കുറച്ച് കാശും തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ പോയി ഇറങ്ങണത്. അപ്പോൾ 2024 RFC ഇവർക്ക് കോമ്പറ്റീഷന് വേണ്ടി മാത്രമാണ് അവൻ ഞങ്ങളെ കൊണ്ടുപോയത്. പിന്നെ ഞങ്ങൾ 5-6 പേരുടെ കൂടെ ഞാനും ഉജ്ജ്വലും അടക്കം വേറെ 4 ഡ്രൈവേഴ്സ് കൂടി 6 പേരുടെ ഒരു ടീമായി. അപ്പോൾ ടീം ട്രോഫി കിട്ടും RFCയിൽ ഏറ്റവും കൂടുതൽ. അതായത് ഇപ്പോൾ എൻ്റെ പോയിന്റും ബാക്കി 5 പേരുടെ പോയിന്റ് കൂടി കൂട്ടി ഏറ്റവും കൂടുതൽ പോയിന്റ് ആയിക്കഴിഞ്ഞാൽ ഒരു ടീം ട്രോഫി കിട്ടും. അത് ഏറ്റവും കൂടുതൽ പോയിന്റ് വാങ്ങിക്കുന്ന ടീമിനാണ് ട്രോഫി. അതിൽ 3 പേര് മിനിമം വേണം, എന്നാലാണ് ഒരു ടീം ഫോം ചെയ്യുള്ളൂ. അപ്പോൾ ഞങ്ങൾ 6 പേര് JSW സർബ്ലോ എന്നുള്ള പേരിൽ ടീമായിട്ട് ഇറങ്ങി. അപ്പം Day 1 Day 2 ഞാൻ ഉജ്ജ്വലിന് കോമ്പറ്റീഷൻ കൊടുക്കുന്നുണ്ട്. അവർ ഓടിക്കുന്നുണ്ട്. അവരുടെ വണ്ടിയുടെ ഓരോ എറർ കാരണം അവർ പിരിലേക്ക് പോരും. ഞങ്ങൾ അതുപോലെ പിന്നാലെ പിടിച്ചുകൊണ്ടിരുന്നു. ഞങ്ങൾ കൂളായിട്ടാണ് പിടിക്കണം, വാശിക്ക് പിടിക്കണമൊന്നുമില്ല. അവർ ജയിക്കുന്നത് ഞാൻ ഉറപ്പിച്ചിട്ടാണ് ഞാൻ പോണേ. Day 1 Day 2 പ്രഷർ കൊടുത്തപ്പോൾ Day 3 ഇവർ ഞങ്ങളുടെ പ്രഷർ കാരണം ഇവർ പുഷ് ചെയ്യാൻ തുടങ്ങി. ആ പുഷ് ചെയ്യാൻ തുടങ്ങി എന്നെ തോപ്പിക്കാൻ വേണ്ടി, ഞാൻ ഇട്ട ടൈമിങ്ങിനെ ബീറ്റ് ചെയ്യാൻ വേണ്ടി അവർ ഓടിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ അവരുടെ കയ്യിൽ നിന്ന് പോയി തുടങ്ങി. അപ്പം അവർ വണ്ടി മറിഞ്ഞിട്ടും ഒക്കെ ആയിട്ട് എന്തെങ്കിലും എററൊക്കെ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ ആയിട്ട് അവർ പിന്നിലേക്ക് പോകും. Day 3 ഞാൻ വിന്നറായി, ടോപ്പിൽ കയറി. പിന്നെ Day 3 മുതൽ ഞങ്ങളാണ് സ്റ്റാർട്ട് ചെയ്യണം. ഞങ്ങൾക്കും പ്രഷറുണ്ട്, പക്ഷെ ഞങ്ങൾ വിടാതെ പിടിച്ചു. ടീം അതുപോലെ ഒരു തരത്തിലും വേറൊന്നും ചിന്തിക്കേണ്ട. നമ്മളെങ്ങനെയാണോ Day 1 Day 2 പോയത് അതേപോലെ തന്നെ, പക്ഷെ ഒന്നും കൂടി വണ്ടീനെ പുഷ് ചെയ്യും. വണ്ടി ഓടിയാണെങ്കിൽ ഒടിഞ്ഞോട്ടെ, പൊട്ടാണെങ്കിൽ പൊട്ടിവിടെ നന്നാക്കും എന്ന് ടീം കോൺഫിഡൻസ് തന്നാൽ പിന്നെ അങ്ങനെ ഓടിക്കുന്നത്. ഇവർ ഞങ്ങൾ പിടിക്കുമ്പോൾ, ഞങ്ങൾ വിന്നറായി നിൽക്കുമ്പോൾ ആ സ്റ്റേജ് ഞങ്ങളെ ബീറ്റ് ചെയ്യും. അങ്ങനെ 1-2 സ്റ്റേജൊക്കെ അവർ ബീറ്റ് ചെയ്യും. പക്ഷേ 3ാമത്തെ സ്റ്റേജ് ഇതേപോലെ പിടിക്കുമ്പോൾ അവർ കൊണ്ടുപോയി മറിച്ചിടും. സ്പീഡ് കൂടുമ്പോൾ വണ്ടി കയ്യിൽ നിന്ന് പോണതാണ്. അങ്ങനെ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഒരു 4 തവണയോ 5 തവണയും കണ്ട് പുള്ളിയുടെ അടുത്ത് മൊത്തം കയ്യിൽ നിന്ന് പോയി. ഞങ്ങൾ പിടിക്കാൻ നോക്കിയതാണ്. അങ്ങനെ പിന്നെ ഞങ്ങൾക്ക് പിന്നെ ലീഡായി. Day 3 മുതൽ ഞങ്ങൾ ലീഡ് ചെയ്തു. Day 7 ഞങ്ങൾ തന്നെ ലീഡ് ചെയ്തു. ഒരു ദിവസം ഒരു സ്റ്റേജ് നല്ല മഴ പെയ്തിട്ട് ആകെ മഴയുടെ മുമ്പ് ഒരാൾ ഫിനിഷ് ചെയ്തു, പിന്നെ ഒരാൾ ഫിനിഷ് ചെയ്യണില്ല. ഞങ്ങൾ മഴ പെയ്ത് ആ മഴയുള്ള കൊലത്തിൽ ഫുൾ ചെളിയുള്ള സമയത്ത് ഞങ്ങൾ പോയി ഫിനിഷ് ചെയ്തു. ആകെ ആ സ്റ്റേജ് SS19 2024 2 ടീമേ ഫിനിഷ് ചെയ്തുള്ളൂ. അതിലൊന്ന് എൻ്റെ ടീമും പിന്നെ ഒന്ന് മഴയുടെ മുമ്പ് ഓടിച്ച ടീമുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ അതുപോലെ ലീഡടിച്ച് കയറിപ്പോയി. അവരെക്കാളും 180-200 പോയിൻ്റ് എങ്ങാണ്ട് ലീഡിലാണ് ഞങ്ങൾ ആ വർഷം ജയിക്കുന്നത്. അതായത് ജയിക്കൂല എന്ന് പറഞ്ഞ് പോയ ഇവൻ്റ് അവന് കോമ്പറ്റീഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അവൻ എന്നെ കൊണ്ടുപോയത്. ഞങ്ങൾ അവരെ അടിച്ചു. ഞങ്ങൾ ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ ഇപ്പൊ പറഞ്ഞ പോലെ ആൾക്കൊരു കോമ്പറ്റീഷൻ ഉണ്ടാക്കാൻ വേണ്ടി കൊണ്ടുപോയി വിൻ ചെയ്തു. അത് കഴിഞ്ഞ് അവിടുന്ന് ആ വിന്നർ സ്റ്റേജിലെത്തി തിരിച്ചു നിൽക്കുമ്പോൾ, ഇപ്പം നേരത്തെ പറഞ്ഞു ഇവരെല്ലാവരും എനിക്ക് നേരത്തെ ഒരു കോ ഡ്രൈവർ ആയിരുന്ന സമയത്ത് ഒരു സപ്പോർട്ട് കിട്ടിയിരുന്നില്ല. ആ സമയത്ത് നേരത്തെ KTM വേണ്ടി ചെയ്യുന്ന സമയത്ത് ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നെങ്കിൽ സ്റ്റിൽ ചിലപ്പോൾ ഒരു കോ ഡ്രൈവർ പൊസിഷനിൽ തന്നെ ഇരുന്ന് ആ മൂമെന്റിൽ അങ്ങനെ പോവില്ലായിരുന്നു. കാരണം സാം എന്നെ പുറത്തിറക്കിയില്ലെങ്കിൽ ഞാൻ ഡ്രൈവർ ആവില്ല. സാം എനിക്ക് സത്യം പറഞ്ഞാൽ അത് മാത്രമല്ല, ആ ഇവൻ്റ് കഴിഞ്ഞിട്ട് എന്നെ ഏറ്റവും കൂടുതൽ കങ്കറയിലിട്ടുന്നത് സാം തന്നെ. സാം വന്നിട്ട് ഞങ്ങളതുപോലെ സംസാരിച്ചു. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് സാമിനോട് ഭയങ്കരമായിട്ട് എതിരായിട്ട് പബ്ലിക്കായിട്ട് ഞങ്ങൾ തമ്മിൽ ഭയങ്കര വഴക്കൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ആ ഒരു കാര്യത്തിൽ എനിക്ക് എപ്പോഴും സാമിനോട് റെസ്പെക്റ്റ് ഉണ്ട്. കാരണം പുള്ളി അന്ന് തന്നെ അങ്ങനെ ചലഞ്ച് ചെയ്തിട്ടില്ലെങ്കിൽ എനിക്ക് ആ വാശി കയറുമില്ല, ഞാൻ തിരിച്ച് കോമ്പറ്റീഷനിലേക്ക് ഇറങ്ങുമില്ല.